ഒരു എസ്റ്റേറ്റില്, പീരുമേട്ടിലുള്ള ഒരു എസ്റ്റേറ്റില് 27 വർഷത്തോളം റൈറ്ററായി ജോലി ചെയ്തുകൊണ്ട് ഗുരുവിന് അറിയാം, അദ്ദേഹം റൈറ്ററാണ്. വല്ലഭശ്ശേരിയെ കൂടുതൽ ബന്ധമുള്ളത് കൊണ്ട് വല്ലഭശ്ശേരിയോട് ചോദിക്കുന്നു, എന്താ വൈദ്യര് റൈറ്ററുമായിട്ട് വന്നിരിക്കുന്നത്? ഇപ്പോ വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യര് പറഞ്ഞു, റൈറ്റർക്ക് തൃപ്പാദ സന്നിധിയിൽ ഒരു കാര്യം ഉണർത്തിച്ച് അനുവാദ കൽപ്പന വാങ്ങിപ്പാനുണ്ട് എന്ന്. അപ്പൊ ഗുരു പറഞ്ഞു, എന്ത് സന്ദേശമോന്ന്? ഇപ്പൊ വൈദ്യര് പറയണ, ഒരു കൽപ്പന ആണ്, അങ്ങയുടെ ഒരു കൽപ്പന കിട്ടാൻ വേണ്ടിയാണ്. ഗുരു ചോദിക്കുന്നുണ്ട്, എന്താണ് പറയാമല്ലോ എന്ന് ചോദിച്ചു. അപ്പോ അങ്ങനെ ഈ വല്ലഭശ്ശേരി ടി.കെ. കിട്ടൻ റൈറ്ററോട് പറഞ്ഞ് തീർത്ഥാടനത്തിനുള്ള അനുവാദം വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. ആ സംഭാഷണവും നമുക്ക് പിന്നീട് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അപ്പൊ തീർത്ഥാടനത്തിനുള്ള അനുവാദം കിട്ടിയപ്പോ അതില് എങ്ങനെയാണ് തീർത്ഥാടകര് ശിവഗിരിയിലേക്ക് പോകേണ്ടത് എന്ന കാര്യത്തെ സംബന്ധിച്ച ചർച്ച വന്നപ്പോഴാണ് പഞ്ചശുദ്ധിയോട് കൂടിയിട്ട് 10 ദിവസത്തെ വ്രതം മതിയാകും എന്ന് ഗുരു പറഞ്ഞത്. ഈ പഞ്ചശുദ്ധി എന്ന് പറയുന്നത് പണ്ടുകാലം മുതൽ തന്നെ ഭാരതത്തിൽ, പ്രത്യേകിച്ചും ശ്രീബുദ്ധന്റെ കാലത്ത് തന്നെ സാധകന്മാരും സത്യാന്വേഷികളും തീർത്ഥാടകരും ഒക്കെ ജീവിതത്തിൽ അവശ്യം അനുഷ്ഠിച്ചിരുന്ന ഒരു ശുദ്ധീകരണ പദ്ധതിയാണ് ഈ പഞ്ചശുദ്ധി ആയിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതിൽ ത്രികരണ ശുദ്ധി എന്ന് പറയുന്ന, ത്രികരണം എന്ന് പറഞ്ഞാൽ ശരീരം, മനസ്സ്, വാക്ക്, അതിന് പ്രത്യേകം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ത്രികരണ ശുദ്ധിയും അതോടൊപ്പം പ്രവൃത്തി ശുദ്ധിയും പിന്നെ ആഹാരശുദ്ധിയും ചേർത്തിട്ടാണ് പഞ്ചശുദ്ധി ബുദ്ധന്റെ കാലം മുതൽ നിലനിന്നിരുന്നത്. പക്ഷേ പിന്നീട് ഈ പഞ്ചശുദ്ധിയെ കുറച്ചുകൂടി വിപുലീകരിച്ചുകൊണ്ടാണ് ശ്രീനാരായണ ധർമ്മം എന്ന കൃതിയിൽ ഗുരുദേവൻ തന്നെ സ്വശിഷ്യനെ കൊണ്ട് അത് എഴുതിപ്പിച്ചിട്ടുള്ളത്. അത് നമുക്ക് ശ്രീനാരായണ ധർമ്മം എന്ന കൃതിയിൽ നിന്ന് അല്പം മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത്. ശുദ്ധി പഞ്ചകം എന്ന ഒരു പ്രകരണം ശ്രീനാരായണ ധർമ്മം എന്ന കൃതിയിലുണ്ട്. ശുദ്ധി പഞ്ചകത്തില് ഒരു 10ഓളം ശ്ലോകങ്ങളാണ് ഏകദേശം അതിനു വേണ്ടിയിട്ട് ഗുരു മാറ്റി വെച്ചിട്ടുള്ളത്. ശുദ്ധിപഞ്ചകത്തില് ഇനി ശുദ്ധിപഞ്ചകം എങ്ങനെ തുടങ്ങണം എന്ന് ചോദിക്കുമ്പോൾ, അധാത സംപ്രവക്ഷ്യാമി സംക്ഷേപാത് ശുദ്ധി പഞ്ചകം ശൃണുധ്വം അവധാനേന ക്രമശ ശുദ്ധി തത്പരാഹ. ഇനി ചുരുക്കി ശുദ്ധി പഞ്ചകത്തെ പറയാം. ശുദ്ധി തൽപരരായിട്ടുള്ള നിങ്ങൾ ക്രമേണ ശ്രദ്ധയോടെ കേട്ടാലും എന്ന് പറഞ്ഞുകൊണ്ടാണ് ശുദ്ധി പഞ്ചകത്തിന്റെ ഈ സന്ദർഭം, പ്രകരണം ഗുരു ആരംഭിക്കുന്നത് തന്നെ. എന്നിട്ട് 5 ശുദ്ധികളെ കുറിച്ചിട്ടാണ് പറയുന്നത് സംക്ഷിപ്തമായി. മനുഷ്യവർഗത്തിന് ശരീരം, വാക്ക്, മനസ്സ് ഇവയുടെ ശുചിത്വം, അതുപോലെ ഇന്ദ്രിയങ്ങളുടെയും ഗൃഹത്തിന്റെയും ശുദ്ധി, ഇവ 5ഉം ശുദ്ധികളെന്ന് സ്മരിക്കപ്പെടുന്നു. അപ്പൊ 5 ശുദ്ധികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് സംക്ഷിപ്തമായിട്ട് പറയാണ്: ശരീരത്തിന്റെ ശുദ്ധി, മനസ്സിന്റെ ശുദ്ധി, വാക്കിന്റെ ശുദ്ധി, അതുപോലെ ഇന്ദ്രിയങ്ങളുടെ ശുദ്ധി, ഗൃഹത്തിന്റെ ശുദ്ധി. ഈ 5 ശുദ്ധികളും സംരക്ഷിക്കപ്പെടേണ്ടതാണ്. പ്രത്യേകിച്ചും ഗുരുവിന്റെ ദർശനത്തിലും കാഴ്ചപ്പാടിലും ഗുരുവിന്റെ ലോകവീക്ഷണത്തിലൊക്കെ നല്ലവണ്ണം ഉണ്ടായിരുന്ന ഒരു താല്പര്യം, അശുദ്ധിയാണ് മനുഷ്യനെ അകറ്റി നിർത്തുന്ന ഘടകം എന്ന് ഗുരു നല്ലവണ്ണം ബോധ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അശുദ്ധി മാറുന്നതോട് കൂടിയിട്ട് മനുഷ്യർക്കിടയിലുള്ള അകലം കുറയും എന്ന് ഗുരുവിന് അറിയാമായിരുന്നു. അതുകൊണ്ട് അശുദ്ധി ഉള്ള മനുഷ്യരെ ശുദ്ധരാക്കുക എന്നത് ഗുരുവിന്റെ ജീവിതത്തിന്റെ ഒരു പ്രധാന ദൗത്യം തന്നെയായിരുന്നു. ശുദ്ധി പഞ്ചകം മനുഷ്യർക്കിടയിലുള്ള അകലം കുറയ്ക്കുന്നതിന് ഗുരു പ്രത്യേകിച്ചും
ആ കാലഘട്ടത്തില് അകറ്റി നിർത്തപ്പെട്ട അല്ലെങ്കിൽ ഡൗൺ ട്രോഡൻ എന്ന് പറയുന്ന ജനതയെ ഉദ്ധരിച്ചു കൊണ്ടുവരാനായിട്ട് ഗുരു പ്രയോഗിച്ച ഒരു ഉപായമായിരുന്നു. ശുദ്ധിപഞ്ചകത്തിലെ പ്രധാനമായിട്ട് പറയുന്ന ശരീരം. ഒരു കാലത്ത് മനുഷ്യര് വളരെ അപൂർവമായി മാത്രമേ ശരീരത്തിന്റെ ശുദ്ധി പോലും നിലനിർത്തിയിരുന്നുള്ളൂ. ഇന്നിപ്പോ എല്ലാവർക്കും അതിനുള്ള ഒരു താല്പര്യവും സാഹചര്യവും സമൂഹത്തിൽ പരസ്പരം സംസർഗം ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒത്തിണങ്ങി വന്നിരിക്കുന്നത് കൊണ്ട് ഓരോരുത്തരും അവരുടെ ശരീരശുദ്ധി വളരെ പ്രാധാന്യം കൊടുത്ത് തന്നെ നിർവഹിക്കുന്നുണ്ട്. ഈ ശരീരശുദ്ധിയില് ശരീരത്തിനുണ്ടാകുന്ന ദുർഗന്ധം, അതുപോലുള്ള കാര്യങ്ങൾ, അഴുക്കുകൾ, ശരീരത്തിൽ ധരിക്കുന്ന വസ്ത്രം, ഇതെല്ലാതും പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദേഹശുദ്ധിയെ കുറിച്ച് പറയാനായിട്ട് ഗുരു 2 ശ്ലോകങ്ങളാണ് ശ്രീനാരായണ ധർമ്മത്തിൽ മാറ്റിവെച്ചിരിക്കുന്നത്. നിത്യം ശുദ്ധോദക സ്നാനം, മലശ്രോത്രോ വിശോധനം, ശുദ്ധിർ ദന്തനഖാനാം ച, ശുദ്ധവസ്ത്രസ്യ ധാരണം, ശുദ്ധസ്യ വായോർഭോജ്യസ്യ ജലസ്യാപി നിഷേവണം, കരപാദാദി സംശുദ്ധിർ ദേഹശുദ്ധിരിതീര്യത്തെ. ശുദ്ധ ഉദക സ്നാനം. ശുദ്ധ ഉദകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ വാട്ടർ, ശുദ്ധമായ ജലം. ആ ജലത്തിൽ കുളിക്കുക, എല്ലാ ദിവസവും കുളിക്കണം. നിത്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിത്യം ശുദ്ധ ഉദക സ്നാനം. അതുപോലെ മലശ്രോതോ വിശോധനം, അഴുക്കടിഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ മലം അടിഞ്ഞു നിൽക്കുന്ന ചെവി, കണ്ണ് മുതലായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ എല്ലാം വൃത്തിയാക്കി വെക്കണം. എവിടെയൊക്കെ മലം അടിയുന്നുണ്ടോ, അഴുക്കുകൾ അടിയുന്നുണ്ടോ, അവിടെ എല്ലാം വൃത്തിയാക്കണം. ദന്തനഖാനാം, പല്ലുകളുടെയും നഖങ്ങളുടെയും ശുദ്ധി ഉറപ്പുവരുത്തണം. ശുദ്ധവസ്ത്രസ്യ ധാരണം, നല്ല വസ്ത്രം ധരിക്കണം. ശുഭ്രമായിട്ടുള്ള അഴുക്കില്ലാത്ത വസ്ത്രം ധരിക്കണം. ശുദ്ധസ്യ വായു, ശുദ്ധമായ വായുവിൻ്റെയും ജലസ്യ അപി, ജലത്തിൻ്റെയും സേവനം, നിഷേവണം. നിഷേവണം എന്ന് പറഞ്ഞാൽ ശുദ്ധജലം കുടിക്കണം, ശുദ്ധമായ ഭക്ഷണം കഴിക്കണം. കരപാദാദി സംശുദ്ധി, കൈകാലുകൾ മുതലായ അവയവങ്ങളുടെ ശുദ്ധി. ഇവ ദേഹശുദ്ധി എന്ന് ഈര്യതേ പറയപ്പെടുന്നു. അതിൽ ഈ ശുദ്ധ ഉദക സ്നാനം എന്നത് ഈ കാലഘട്ടത്തിൽ നമുക്ക് തോന്നും അത് ഒരു അപ്രസക്തമായ കാര്യമല്ലേ എന്ന്. പ്രത്യേകിച്ചും എല്ലാവർക്കും സ്വന്തമായ വീടുണ്ടായി, വീട്ടിലേക്ക് ആവശ്യത്തിന് വെള്ളം എത്തിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഓരോ വീട്ടിലും കിണറുകളുണ്ട്. അതുപോലെ പബ്ലിക് ടാപ്പുകൾ വീടുകളിലേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ട്. ഓരോ മുറിയോട് ചേർന്നിട്ടും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. ഇന്ന് അതൊക്കെ കുറച്ചുകൂടി വികസിതമായിരിക്കുന്നതുകൊണ്ട് എന്നും കുളിക്കണം എന്ന് പറയുന്നത് തന്നെ നമുക്ക് അനൗചിത്യമായിട്ട് തോന്നാനിടയുണ്ട്. പക്ഷെ ഒരു കാലഘട്ടത്തില് ആഴ്ചയിൽ പോലും കുളിച്ചിരുന്ന ആളുകള് വളരെ കുറവായിരുന്നു. അത്രയും വൃത്തിഹീനമായിട്ട് ജീവിച്ചിരുന്ന നിരവധി ആളുകൾ ഈ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും അതുകൊണ്ട് തന്നെ ശുദ്ധോദക സ്നാനത്തെ കുറിച്ചിട്ട് ഗുരു പ്രത്യേകം എടുത്തു പറയുന്നു. ആയുർവേദ വിധി പ്രകാരം ശുദ്ധജലത്തിൽ കുളിക്കുന്നത് ഉന്മേഷദായകമാണെന്ന് മാത്രമല്ല, അത് രക്തചംക്രമണത്തെ ത്വരിതപ്പെടുത്തുകയും അതോടൊപ്പം ഉന്മേഷത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ്. ഒരു കാലത്ത് നമ്മൾ കുളിച്ചിരുന്നത് കുളങ്ങളിലും അതുപോലെ നദികളിലൊക്കെ ആയിരുന്നു. ഇന്നിപ്പോ നമുക്ക് ഷവർ തുറന്ന് ഷവറിൽ നിന്ന് ജലം നേരെ ശിരസിലേക്ക് വീഴുകയാണ്. അപ്പൊ ശുദ്ധജലത്തിൽ കുളിക്കുമ്പോൾ മുങ്ങി കുളിക്കുക എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്. അതില് ശരിക്കും കുളിക്കുന്നതിന്റെ ആരോഗ്യശാസ്ത്രപരമായിട്ടുള്ള രീതി പ്രകാരം ഒരു ജലാശയത്തിലേക്ക് ഇറങ്ങി ആദ്യം കാലുകൾ നനച്ച്, പിന്നെ മുട്ടുവരെ ജലത്തിലേക്ക് നനച്ച്, അരക്കെട്ട് വരെ നനച്ച്, ശരീരം നനച്ച്, അവസാനം ശിരസ് വെള്ളത്തിൽ പൂർണ്ണമായിട്ട് നിമജ്ജനം ചെയ്യുന്ന രീതിയായിരുന്നു സ്നാനത്തിന്റെ
ജൈവികമായ തലത്തിൽ നോക്കുമ്പോൾ ആരോഗ്യപരമായ ഒരു രീതിയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നിപ്പോ നേരെ ശിരസിലേക്ക് ജലം വീഴ്ത്തുന്ന ഒരു സ്നാനമാണ്. അത് ആരോഗ്യകരമായി നോക്കുമ്പോൾ അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. കാരണം എവിടെയാണോ ജലം ആദ്യം പതിക്കുന്നത് അവിടേക്ക് പെട്ടെന്ന് രക്തചംക്രമണം ഉണ്ടാകും. പ്രത്യേകിച്ചും നമ്മളുടെ സർവ്വനാഡികളും മസ്തിഷ്കവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട് മസ്തിഷ്കത്തിലേക്ക് രക്തം പെട്ടെന്ന് ഇരച്ചു വരുമ്പോൾ അത് പലതരത്തിലുള്ള രോഗങ്ങൾക്കും പ്രശ്നങ്ങൾക്കും സങ്കീർണതകൾക്കൊക്കെ ഇടവരുത്താൻ ഇടയുണ്ട്. അതുകൊണ്ട് പാദം നനച്ച് അവസാനം ശിരസ് നനയ്ക്കുന്ന രീതിയിലുള്ള സ്നാനമാണ് ഉത്തമ സ്നാനമായിട്ട് ഉള്ളത്. അത് ആയുർവേദം പ്രത്യേകം വിധിക്കുന്നതാണ്. മാത്രമല്ല രണ്ടാമത്തെ ശുദ്ധികർമ്മത്തിൽ വരുന്ന മലസ്രോതോ വിശോധനം, അഴുക്കുകള് അടിഞ്ഞിരിക്കുന്ന എല്ലാ ഇന്ദ്രിയങ്ങളും എല്ലാ ദ്വാരങ്ങളും നമ്മൾ വൃത്തിയാക്കണം. ഒന്ന് കണ്ണിൽ കെട്ടുന്ന പീള, ചെവിയിൽ അടിഞ്ഞിരിക്കുന്ന ചെവിയിലെ മലങ്ങള്, മൂക്കിൽ അടിഞ്ഞിരിക്കുന്ന മലങ്ങള്, അതുപോലെ എല്ലാ ദിവസവും നമ്മൾ തലേ ദിവസം കഴിച്ച ഭക്ഷണം പൂർണ്ണമായിട്ട് വിസർജിച്ച് പോയെന്ന് ഉറപ്പുവരുത്തണം. ധാരാളം വെള്ളം കുടിച്ച് മൂത്രമായിട്ട് നമ്മുടെ ശരീരത്തിലെ അഴുക്കുകൾ പോകണം. ഈ അഴുക്കുകളൊക്കെ നിർമാർജിതമായിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് എല്ലാ ദിവസവും, നിത്യവും. ഇത് വളരെ അത്യാവശ്യമാണ്. ഇതിന് രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, ഒരു സാമൂഹിക ശാസ്ത്രപ്രകാരം മനുഷ്യൻ മറ്റു മനുഷ്യരുമായിട്ട് ഇടപഴകുന്ന സമയത്ത് ശരീരത്തിലുണ്ടാകുന്ന അഴുക്കുകളിൽ നിന്ന് ദുർഗന്ധം വമിക്കുമ്പോൾ ഒരു മനുഷ്യനോട് വേറൊരു മനുഷ്യന് വെറുപ്പ് തോന്നാം, വിരോധം തോന്നാം, അകറ്റി നിർത്താനുള്ള പ്രവണത തോന്നാം. അത് ഇല്ലാതിരിക്കണമെങ്കിൽ ശരീരത്തിന് സ്വാഭാവികമായിട്ടുള്ള ശുദ്ധി ഉറപ്പുവരുത്തേണ്ടതുണ്ട് നമ്മൾ. പ്രത്യേകിച്ചും ഇന്ന് നമുക്ക് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇന്നും ചില ആളുകൾക്ക് ആ മേഖലയിൽ വേണ്ടത്ര ശ്രദ്ധ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു സാമൂഹിക ജീവി എന്ന രീതിയിൽ ജീവിക്കുമ്പോൾ മനുഷ്യന്റെ ശരീരത്തിന്റെ ശുദ്ധി വളരെ പ്രാധാന്യമുള്ളതാണെന്ന് നാം മനസ്സിലാക്കണം. അത് ഗുരു എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ബോധവാനായിരുന്നത്. പ്രത്യേകിച്ചും തപസ്വിയായിട്ട് ഗുരു ഏറെക്കാലം മരുത്വാമലയിലും അരിപ്പുറത്തൊക്കെ താമസിച്ചിട്ടുണ്ട്. ആ തപസ്വിയായിരിക്കുന്ന കാലത്ത് ഗുരുവിന് നിത്യവും സ്നാനം ചെയ്യാൻ കഴിഞ്ഞിരുന്നിരിക്കില്ല തീർച്ചയായിട്ടും. പക്ഷേ ഗുരു ഒരു സാമൂഹിക രംഗത്തേക്ക് ഇറങ്ങി വന്ന് മരുത്വാമലയിൽ നിന്നും അരുവിപ്പുറത്തെത്തി അരുവിപ്പുറത്ത് ജനങ്ങളുമായി സംസർഗം ചെയ്തു തുടങ്ങുന്ന കാലത്തൊക്കെ ഗുരുവിന് സാമൂഹിക ബന്ധങ്ങൾ ഉണ്ടാകുന്ന ഒരു സന്ദർഭമാണ്. അതിനുശേഷം ഗുരു ധരിച്ചിരുന്ന വസ്ത്രങ്ങളൊക്കെ ശുഭ്രമായ വസ്ത്രങ്ങൾ ധരിച്ച് എന്നും സ്നാനം ചെയ്ത് ഒരു ജീവൻ മുക്തനായിട്ടുള്ള മഹാത്മാവ് പോലും സാമൂഹിക ബന്ധങ്ങളിലേക്ക് ഏർപ്പെടുമ്പോൾ തനിക്ക് സ്വതവേ ശരീരത്തിന്റെ ശുദ്ധിയെക്കുറിച്ചുള്ള ചിന്ത ആ വ്യക്തിക്കില്ല. പക്ഷെ സാമൂഹിക ബന്ധങ്ങളിൽ അത് ആവശ്യമാണെന്ന് ഗുരു ഉറപ്പുവരുത്തിയിരുന്നു. അപ്പോ മലസ്രോതോ വിശോധനം, എല്ലാ രീതിയിലുള്ള മലങ്ങളും ശരീരത്തിൽ നിന്ന് കളയണം. ജീവിക്കുക എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഒരു വിശാലമായ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ വേസ്റ്റ് മാനേജ്മെന്റ് കൂടിയാണ്. നമ്മൾ ഓരോ നിമിഷം ജീവിക്കുമ്പോഴും ശരീരത്തിൽ നിന്ന് നിരവധി വേസ്റ്റുകൾ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ എന്തൊക്കെ ഉപഭോഗങ്ങൾ നടത്തുന്നു ആ ഉപഭോഗങ്ങളിൽ നിന്ന് വരുന്ന വേസ്റ്റുകളാണ് ശരീരത്തിലൂടെ മൂത്രമായിട്ടും മലമായിട്ടും കണ്ണിലൂടെ പീളയായിട്ടും ചെവിയിലൂടെ കാഷ്ടമായിട്ടും മൂക്കിലൂടെ മൂക്കിളയായിട്ടും വായിലൂടെയും ത്വക്കിലൂടെയും ഒക്കെ മലങ്ങളായിട്ടൊക്കെ വിസർജിക്കപ്പെടുന്നത്. ഈ വിസർജിക്കപ്പെടുന്നതിനെ വേണ്ട രീതിയിൽ മാനേജ് ചെയ്യുക എന്നുള്ളത് നിത്യജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മനുഷ്യൻ പഠിച്ചിരിക്കേണ്ട ഒന്നാണ്. ദന്തനഖാനാം ശുദ്ധി, അടുത്തതാണ് ഗുരു പറയുന്നത്. പല്ല് തേക്കുക, ദന്തം എല്ലാ ദിവസവും 2 നേരം പല്ല് തേക്കണം. ദന്തനഖങ്ങളുടെ ശുദ്ധി. ഗുരുകുലത്തിൽ ഏറെക്കാലം താമസിക്കാൻ സാഹചര്യം ഉണ്ടായിട്ടുള്ള എനിക്ക് ഗുരു നിത്യചൈതന്യതിയിൽ നിന്നാണ് 2 നേരം പല്ല് തേക്കണം എന്നുള്ളതിന്റെ ആവശ്യകതയെ കുറിച്ച് ബോധ്യപ്പെട്ട. ഗുരു രാവിലെയും വൈകുന്നേരവും കിടക്കുന്നതിന് മുമ്പും ബ്രഷ് ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്. അപ്പൊ അത്രയും
ഒരു സന്യാസി പോലും ശുദ്ധിയിൽ താല്പര്യം കാണിക്കുന്നത് നമുക്ക് ഗുരുദേവനിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഈ അറിവ് കൊണ്ടാണ്. ശ്രീനാരായണ ഗുരു അക്കാര്യത്തിൽ വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ദന്തം, നഖങ്ങള് വെട്ടി ഒതുക്കണം, അത് നഖങ്ങളിലുള്ള അഴുക്കുകൾ പൂർണ്ണമായിട്ട് നിർമ്മാർജ്ജനം ചെയ്യണം. ഇന്നിപ്പോ നമ്മൾ മണ്ണിൽ പണിയെടുക്കാത്തത് കൊണ്ട് അത്തരം നഖങ്ങളിൽ വരുന്ന അഴുക്കുകൾ, നഖങ്ങളില് വിരകളുടെ മുട്ടകൾ ഉണ്ടാകാം, അതിലൂടെ ഉദരസംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകാം. അതൊക്കെ ആ കാലത്ത് ഗുരുവിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നഖങ്ങൾ ശുദ്ധി വരുത്തണം എന്ന് പറയുന്നത്. ഒരാൾക്ക് ഭക്ഷണം ഉണ്ടാക്കി നമ്മൾ കൊടുക്കുന്ന സമയത്ത് അയാളുടെ കൈനഖങ്ങളിലെ അഴുക്കുകൾ കാണുമ്പോൾ നമുക്ക് തന്നെ അറപ്പുണ്ടാകാം. ആ അറപ്പുണ്ടാകുന്നതിലൂടെ ആ ഭക്ഷണം, കഴിക്കുന്ന ഭക്ഷണത്തിന് സ്വാഭാവികമായി ഉണ്ടാകേണ്ട സ്വാദും അതുപോലെ അതിൽ നിന്ന് കിട്ടേണ്ടുന്ന പോഷണങ്ങളുടെ സൂക്ഷ്മമായിട്ടുള്ള തലങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടു പോകാനിടയുണ്ട്. അപ്പോ ദന്തനഖാനാം ശുദ്ധി, ആ കാര്യത്തില് വളരെ ശ്രദ്ധിക്കണം. ശുദ്ധവസ്ത്രസ്യ ധാരണം, ശുദ്ധമായ അലക്കിയ വസ്ത്രം. ആ അലക്കിയ വസ്ത്രം എന്ന് പറയുമ്പോൾ വിലപിടിപ്പുള്ള വസ്ത്രം എന്നൊന്നും ഗുരു പറയുന്നില്ല. ശുദ്ധമായിട്ടുള്ള വസ്ത്രം എന്നത് സാധാരണ രീതിയിലുള്ള ഒരു വസ്ത്രം അലക്കി വൃത്തിയാക്കിയിട്ട് അത് ഉടുക്കണം എന്നാണ് ഗുരു ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ചും തീർത്ഥാടനത്തിന്റെ സമയത്ത് എന്ത് വസ്ത്രം ധരിക്കണമെന്ന് ഗുരുവിനോട് ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞത്, വെള്ള വസ്ത്രത്തില് മഞ്ഞള് മുക്കിയിട്ട് ആ പീതാംബര വസ്ത്രം ധരിച്ച് യാത്ര ചെയ്താൽ മതി. അതിനുവേണ്ടി പട്ടുവസ്ത്രങ്ങളൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. തിരിച്ചു വന്നതിന് ശേഷം ആ മഞ്ഞൾ മുക്കിയ വസ്ത്രം തന്നെ നല്ലവണ്ണം അലക്കി വൃത്തിയാക്കി വെളുപ്പിച്ച് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പൊ അത്രയും പണനഷ്ടമില്ലല്ലോ എന്ന് ഗുരു ചോദിച്ചു. അപ്പൊ അതിന്റെ ഗുരുവിന്റെ മുഴുവൻ വീക്ഷണത്തിലും സാമ്പത്തിക ശാസ്ത്രത്തെ സംബന്ധിച്ച വലിയൊരു ധാരണയുണ്ട്. പണം അനാവശ്യമായിട്ട് ചെലവഴിക്കരുത്. നമ്മൾ എല്ലാ കാര്യത്തിലും ഗുരു അതിനെക്കുറിച്ച് അവബോധമുള്ള ഒരു വ്യക്തിയാണ്. പണം അനാവശ്യമായി ഉപയോഗിക്കുന്നതിലൂടെയാണ് കഷ്ടപ്പാടുകൾ ഉണ്ടാകുന്നത്, മനുഷ്യൻ ക്ലേശങ്ങൾ ഉണ്ടാകുന്നത്. പണം ആവശ്യത്തിന് ഉപയോഗിക്കണം, ദുരുപയോഗം ചെയ്യരുത്. ഇത് ഗുരുവുമായിട്ട് സമ്പർക്കത്തിൽ വന്ന എല്ലാവരോടും പറഞ്ഞു കൊടുത്തിരുന്ന ഒരു വലിയ കാഴ്ചപ്പാടാണ്. ഇപ്പോ തീർത്ഥാടനത്തിന്റെ സമയത്ത് കോട്ടയത്ത് നിന്ന് ശിവഗിരി വരെ തീർത്ഥാടനം ചെയ്യാനായിട്ട് എത്ര രൂപ ചെലവ് വരും എന്ന് ഗുരു വല്ലഭശ്ശേരിയോടും ടി.കെ. കിട്ടൻറൈറ്ററോടും ചോദിക്കുന്നുണ്ട്. അപ്പോ ഗുരു തന്നെ കണക്ക് കൂട്ടിയിട്ട് പറഞ്ഞു, ഒരു 3 രൂപയിൽ കൂടുതൽ 1928 3 രൂപയിൽ കൂടുതൽ ചെലവുണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞു അന്നത്തെ കാലത്ത്. അപ്പൊ അത്രയും വൃഥാ പണം ചെലവഴിച്ചുകൊണ്ട് ഒരു തീർത്ഥാടനം ചെയ്യുന്നതിനെ കുറിച്ച് ഗുരു ഒരിക്കലും താല്പര്യമുള്ള ഒരാളായിരുന്നില്ല. അപ്പൊ സിമ്പിൾ ആയിരിക്കുക, ലളിതമായിരിക്കുക, ജീവിതത്തിന് ഒരു ലാളിത്യം വേണം എന്ന കാര്യത്തിൽ ഗുരുവിന് നിശ്ചയമുണ്ടായിരുന്നു. അത് ഗുരുവിന്റെ ഒരു ദർശനം തന്നെയായിരുന്നു. ലാളിത്യവും അതോടൊപ്പം തന്നെ പണം വളരെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന രീതി. ഇനി ഗുരു പറയുന്നത് ശുദ്ധസ്യ വായുവോഹോ, ശുദ്ധസ്യ വായുവിന്റെ ശുദ്ധി. 1928 എന്ന് പറയുമ്പോൾ ഈ കേരളത്തിലോ ഭാരതത്തിലോ ഒരിക്കലും യന്ത്രവൽക്കരണത്തിന്റെ അമിതമായിട്ടുള്ള ഉപയോഗമൊന്നും ഉണ്ടായിട്ടില്ല. 1928 വാഹനങ്ങൾ പോലും അപൂർവമായിരുന്നു. എന്നിരുന്നാലും വായു മലിനപ്പെടുന്നതിനെ കുറിച്ച് ഗുരു ബോധവാനായിരുന്നു. മലിനമായ വായു ശ്വസിക്കുന്നതിലൂടെ അനാരോഗ്യം ഉണ്ടാവുകയും ശരീരത്തിലെ മുഴുവൻ സിസ്റ്റത്തെ അത് ബാധിക്കുകയും ചെയ്യുമെന്ന് ബോധ്യമുണ്ടായിരുന്നുകൊണ്ടാണ് ഗുരു പറയുന്നത്, വായുവിന്റെ ശുദ്ധിയെക്കുറിച്ച് ഗുരു പറയുന്നത്. ഇന്നിപ്പോ നമുക്കറിയാം, ഇന്ത്യയിലെ മിക്കവാറും പ്രധാനപ്പെട്ട നഗരങ്ങളെല്ലാം തന്നെ വളരെ പൊള്യൂട്ടഡ് ആണ്. അവിടെ ചെന്ന് 10 മിനിറ്റ് നേരം നിൽക്കുമ്പോഴേക്കും ഒരാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനാരോഗ്യത്തിന്റെ പ്രകടനം അല്ലെങ്കിൽ ഉണ്ടാകാനിടയുണ്ട്. പനി പിടിക്കാം, ജലദോഷം വരാം, ചുമയുണ്ടാകാം, പലതരത്തിൽ. അത് അത്രയും പൊള്യൂട്ടഡ് ആയ ഒരു ലോകമാണ്. അപ്പോ ഗുരുവിനെ പോലുള്ള ഒരു വ്യക്തി ശുദ്ധമായ വായുവിന്റെ ആവശ്യകതയെ കുറിച്ച് പറയുമ്പോൾ ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ചിന്തിക്കാവുന്നതാണ്. നമുക്ക് ശ്വസിക്കുന്ന വായു ശുദ്ധമായിരിക്കണം. ശുദ്ധമായ വായു ശ്വസിക്കുവാൻ എല്ലാവരും
ഉത്തരവാദികളായിരിക്കണം ഒരേപോലെ. പിന്നെ പറയുന്നു ശുദ്ധ ഭോജ്യസ്യ, ശുദ്ധമായിട്ടുള്ള ഭക്ഷണം. നമുക്ക് ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിലെ ശുദ്ധിയെക്കുറിച്ച് നിരവധി പഠനങ്ങളും അന്വേഷണങ്ങളും പൂർവകാലം മുതൽ തന്നെ ഭാരതത്തിൽ നടന്നിട്ടുണ്ട്. ഭാരതീയരെന്നും മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, ഭക്ഷണം താമസം, രാജസം, സാത്വികം എന്ന 3 തലത്തിൽ ഭക്ഷണത്തെ വിലയിരുത്താൻ കഴിയും. അതില് സാത്വിക ഭക്ഷണം എന്ന് പറയുന്നത് ഹിംസ കുറഞ്ഞ ഭക്ഷണമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എത്ര ഹിംസയുണ്ടോ അത്രമാത്രം അതില് ഒരു സൂക്ഷ്മമാലിന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷലിപ്തമാകാൻ, നമ്മളുടെ ശാരീരിക വ്യവസ്ഥ വിഷലിപ്തമാകാൻ സാധ്യതയുള്ളതാണ് ഹിംസയുള്ള ഭക്ഷണങ്ങൾ. ഒരു ജീവിയെ കൊന്നു തിന്നുന്നത് പോലും ചിലപ്പോ വിഷലിപ്തമായ ആ ജീവിയുടെ ശരീരം നമ്മളുടെ ശാരീരിക വ്യവസ്ഥയെയും ബാധിക്കാം, മാനസിക വ്യവസ്ഥയെയും ബാധിക്കാം. അപ്പോ ശുദ്ധമായ ഭക്ഷണത്തെ സംബന്ധിച്ച് പഴയ ഭക്ഷണം നമ്മൾ കഴിക്കാൻ പാടില്ല. അമിതമായ എരിവ്, അമിതമായ പുളി, അമിതമായ ഉപ്പ്, ഇതുപോലെയുള്ള വസ്തുക്കൾ ചേർത്തുകൊണ്ട് ഭക്ഷണത്തെ രുചി പിടിപ്പിക്കുമ്പോഴും അത് അശുദ്ധമായിട്ട് തീരുന്നുണ്ട്. അപ്പൊ സാത്വിക ഭക്ഷണത്തിലേക്ക് വരുമ്പോൾ, സാത്വിക ഭക്ഷണം ആരോഗ്യത്തിന് നല്ലതായിരിക്കുക മാത്രമല്ല ആത്മസാക്ഷാത്കാരത്തിലേക്ക് നമ്മളെ പ്രചോദിപ്പിക്കുന്ന കൂടിയായിരിക്കും. മനസ്സ് ശാന്തമായിട്ട് തീരുകയും സാധനകൾ ചെയ്യാൻ കഴിയുകയും ധ്യാനിക്കാൻ കഴിയുകയും ഏകാഗ്രത ലഭിക്കുകയൊക്കെ ചെയ്യും സാത്വിക ഭക്ഷണം കഴിക്കുന്നതിലൂടെ. ഇപ്പൊ ഭക്ഷണത്തിന്റെ ശുദ്ധി അത്യന്താപേക്ഷിതമാണ്, അതും പറഞ്ഞിരിക്കുന്നു. പിന്നെ കരപാതാദി സംശുദ്ധി, കൈ കാലുകളൊക്കെ കഴുകണം. ഇപ്പൊ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പണ്ടുകാലത്ത് കൈ കഴുകുന്നതോടൊപ്പം തന്നെ കാലും കഴുകുമായിരുന്നു. കാല് കഴുകി വന്ന് ചമരം പടിഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. ആ ചമരം പടിഞ്ഞിരുന്ന് കാലിൽ അഴുക്കോടുകൂടി ചമരം പടിഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളുടെ കഴിക്കുന്ന ഭക്ഷണത്തിന് തന്നെ ആ കാലിലെ അഴുക്കുകൾ വരാനൊക്കെ ഇടമുണ്ട്. അപ്പൊ നിലത്തിരുന്ന് ഭക്ഷണം കഴിച്ചിരുന്ന ഒരു ജീവിതശൈലിയിൽ നിന്നിപ്പോ നമ്മൾ ഡൈനിങ് ടേബിളും അതുപോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഭക്ഷണത്തിന്റെ കഴിക്കുന്ന രീതി മാറിയിട്ടുണ്ട്. കുറച്ചുകൂടി നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ ഇപ്പോഴും നല്ലതെന്ന് നമുക്ക് ചോദിക്കാം. ശരിയാണ്, ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ഗുണം, നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ശിരസ് കുമ്പിടേണ്ടി വരും. അത് ഭക്ഷണത്തിനോടുള്ള ഒരു ആദരം കൂടിയാണ്. പലപ്പോഴും നമ്മൾ ഭക്ഷണത്തിനെ ദൈവമായിട്ട് കാണേണ്ട ഒരു സംസ്കാരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പണ്ട് മുതൽ തന്നെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒരു മന്ത്രം ചൊല്ലുമായിരുന്നു. മന്ത്രം ചൊല്ലുമ്പോൾ പറയുന്നത് ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവീർ, ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം, ബ്രഹ്മൈവ തേന ഗന്ധവ്യം, ബ്രഹ്മകർമ്മ സമാധീന. ഈ ബ്രഹ്മം എന്നത് ഈശ്വരൻ എന്ന ഈശ്വരവാചിയായിട്ടുള്ള പദമാണ് ഈ ബ്രഹ്മം. അപ്പൊ ഈ കഴിക്കുന്ന ഭക്ഷണത്തെ ബ്രഹ്മമായിട്ട് കണ്ടുകൊണ്ട്, കഴിക്കുന്ന പ്രക്രിയയ്ക്കും ബ്രഹ്മമായിട്ട് കണ്ടുകൊണ്ട്, കഴിക്കുന്ന വ്യക്തിയും ബ്രഹ്മമായിട്ട് ഈശ്വരനായിട്ട് കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിനെ ഒരു യജ്ഞമായിട്ടാണ് പണ്ട് നമ്മൾ ജീവിച്ചിരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഉപഭോഗം അല്ലെങ്കിൽ ഭോഗം എന്നത് നമ്മുടെ സംസ്കാരത്തിലില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒരു യജ്ഞമാണ്. ആ യജ്ഞം പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. ആ നിലനിൽപ്പിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുള്ളത്. ഇന്ന് ഇത്ര വ്യത്യസ്തമാണ്. ഇന്ന് എല്ലാവരും ഭക്ഷണത്തെ ഭോഗമായിട്ട് കാണുന്നു. മാത്രമല്ല മാംസം പോലുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ ആ മാംസത്തിനുമായിട്ട് നമ്മൾ നടത്തുന്ന ആ ഒരു ഗുസ്തിയിൽ ഹിംസയുണ്ട്. അത് ചവച്ചരയ്ക്കുന്നതിൽ ആ കാര്യത്തിൽ നമുക്ക് ഒരുപാട് രജസ് ആവശ്യമുണ്ട്. ആ ഭക്ഷണത്തുമായിട്ടുള്ള ഒരു മൽപ്പിടുത്തമുണ്ട്. നമ്മൾ കടിച്ചു വലിക്കുന്നത് ഒക്കെ. ലളിതമായ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ബലപ്രയോഗമില്ലാതെ ഫ്രൂട്ട്സുകൾ പോലെ നിങ്ങൾ നോക്കിയാൽ അറിയാം. സാത്വിക ഭക്ഷണത്തിന്റെ പ്രത്യേകത മാർദ്ദവമുള്ളതായിരിക്കും, പെട്ടെന്ന് ചവച്ചരയ്ക്കാൻ കഴിയുന്നതായിരിക്കും, പെട്ടെന്ന് ദഹിക്കുന്നതായിരിക്കും. അതുപോലെ സാത്വിക ഭക്ഷണങ്ങൾ വളരെ പ്രത്യേകതയുള്ളതാണ്. എന്നാൽ രാജസ ഭക്ഷണം ദീർഘസമയം എടുക്കും അത് ദഹിക്കാനായിട്ട്. അത് വായിൽ വെച്ച് തന്നെ നിരവധി സമയം ചവച്ചരയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരുപാട് എനർജി ആവശ്യമുണ്ട് അതിന്റെ
ദഹന പ്രക്രിയയ്ക്ക് തന്നെ. അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഈ ദേഹശുദ്ധിയെ കുറിച്ചിട്ട് ഇത്രയും പറയാൻ കാരണം. ദേഹശുദ്ധി എന്ന വാക്ക് ഗുരു ഉപയോഗിക്കുമ്പോൾ എത്ര കാര്യങ്ങളാണ് അതിലേക്ക് കൊണ്ടുവന്നിട്ട് ഉള്ളത്. കുളി മുതല്, മലവിസർജനം മുതല്, വസ്ത്രധാരണം മുതല്, വായുവിന്റെയും ഭക്ഷണത്തിന്റെയും ശുദ്ധി മുതല്, കൈകാലുകളുടെ ശുദ്ധി മുതല് എത്ര കാര്യങ്ങളെ ഗുരു കായശുദ്ധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുന്നു. ഇത്തരം ഒരു ബാഹ്യശുദ്ധി എന്ന രീതിയിൽ കായശുദ്ധിയെ എടുക്കുമ്പോഴും അതിന് മാനസിക സംസ്കാരത്തെ വളർത്താനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ഇനി രണ്ടാമത്തെ ശുദ്ധിയിലേക്ക് കടക്കാം. വാക്ശുദ്ധിയാണത്. വാക്ശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളത് നമ്മളുടെ കൈവശമിരിക്കുന്ന സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മളുടെ അകത്തുള്ളതാണ് നമ്മളുടെ പുറത്തേക്ക് വാക്കായിട്ട് വരുന്നത്. അപ്പോ ആ വാക്ശുദ്ധിയെ കുറിച്ചിട്ട് ഒരു ശ്ലോകം ഗുരു എഴുതിയിരിക്കുന്നത്, ആവർജകത്വം വർണ്ണാനാം സുവ്യക്തി സ്വരമാധുരി അദാനാം സ്ഫുടദൗചിത്യം ലയോമി വജസോ ഗുണാഹ. വർണ്ണാനം എന്ന് വെച്ചാൽ അക്ഷരങ്ങള്. ഇപ്പൊ മലയാളമായാലും ആംഗലേയമായാലും ഈ അക്ഷരങ്ങള് ആവർജകത്വം വേറൊരാൾക്ക് കേൾക്കുന്ന സമയത്ത്, അത് ഉച്ചരിക്കുന്ന സമയത്ത് വേറൊരാൾക്ക് ആവർജകത്വം, ആകർഷണം തോന്നണം. നമ്മൾ സംസാരിക്കുമ്പോൾ ആ ആകർഷണം ഉണ്ടാക്കിയെടുക്കേണ്ടത് ഏറ്റവും പ്രധാനമാണ്. നമ്മുടെ സംഭാഷണത്തിന് ആവർജകത്വം ഉണ്ടാകുക. ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് ഭാഷ എന്നത്. ആശയവിനിമയത്തിന്റെ മേഖലയിലെ ഏറ്റവും പ്രധാനമായ ഒന്നാണ്. ആ ഭാഷയില് നമ്മൾ പറയുന്ന അക്ഷരങ്ങൾക്ക് ആവർജകത്വമുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. പക്ഷേ ഇനി മുതൽ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഭാഷ ശുദ്ധമാകും തോറും അത് കൂടുതൽ ഹൃദയാവർജകമായിട്ട് തീരും, വേറൊരാൾ കേൾക്കുന്നവൻ ഇമ്പമുള്ളതായിട്ട് തീരും. രണ്ടാമത് സുവ്യക്തി എന്നതാണ്. സുവ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയുമ്പോഴും വ്യക്തതയോട് കൂടിയിട്ട് പറയണം. ചിലപ്പോൾ ചില ആളുകള് പല വാക്കുകളും വിഴുങ്ങും, പകുതി വിഴുങ്ങിക്കളയും, അവസാനം പറയുകയില്ല. ചിലത് മനസ്സിൽ വെക്കും, പുറത്ത് പറയില്ല. അങ്ങനെ എപ്പോഴും ഒരു അവ്യക്തത സംഭാഷണത്തിലുണ്ടായിരിക്കും. അത്തരം അവ്യക്തമായ സംഭാഷണങ്ങൾ ഒരിക്കലും മനുഷ്യന്റെ വാക്ശുദ്ധിയുടെ ഭാഗമല്ല. സംസ്കൃത ഭാഷയുടെ ഒരു പ്രത്യേകത, സംസ്കൃത ഭാഷയില് അർത്ഥബോധത്തോടു കൂടി മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അർത്ഥബോധമില്ലാതെ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. ഓരോ വാക്കും ജനിച്ചു വരുന്നത് തന്നെ ഒരു അർത്ഥബോധത്തിൽ നിന്നാണ്. ഈ അർത്ഥബോധം നമുക്ക് ഉണ്ടായി വരുന്നത് വാക്കിനെ നമ്മൾ ശരിയായ രീതിയിൽ വിചാരം ചെയ്യുമ്പോൾ, ധ്യാനിക്കുമ്പോഴാണ്. വാക്കിനെ വിചാരം ചെയ്യുമ്പോൾ അർത്ഥബോധം ഉണ്ടാകുന്നു. അർത്ഥബോധമുള്ള ഒരു വ്യക്തിക്ക് മാത്രമാണ് വ്യക്തതയോട് കൂടിയിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അദ്ദേഹം യാന്ത്രികമായി അവ്യക്തമായിട്ട് സംസാരിക്കും. ഇനി പറയുന്നു സ്വരമാധുരി. സ്വരമാധുരി ഇന്ന് നിങ്ങൾക്ക് പ്രത്യേകിച്ചും വിദേശത്തുള്ളവർക്കൊക്കെ അറിയാം. ഒരു ഭാഷ പഠിക്കുമ്പോൾ ആ ഭാഷ എന്ന് പറയുന്നത് ഒരു ഇൻറ്റോണേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഏറ്റയിറക്കങ്ങളുണ്ട്. ഇങ്ങനെ കോട്ടയത്തുകാർ സംഭാഷണം നടത്തുന്നതും തലശ്ശേരിക്കാർ സംഭാഷണം നടത്തുന്നതും തൃശ്ശൂർക്കാർ സംഭാഷണം നടത്തുന്നതും തിരുവനന്തപുരത്തുകാർ സംഭാഷണം നടത്തുന്നതിനും കയറ്റിറക്കങ്ങളുണ്ട്. ആ ഒരു ഇൻറ്റോണേഷൻ ഡിഫറൻസ് ഉണ്ട്. അതില് ചിലത് നല്ല ആകർഷകത്വം ഉള്ളതാണ്, കേൾക്കാൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ. ചില സിനിമകൾ പോലും നമുക്കറിയാം, പ്രത്യേക ദേശത്തിന്റെ സിനിമ എടുക്കുന്ന സമയത്ത് അത് കണ്ടുകൊണ്ടിരിക്കാൻ രസമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വരമാധുരിയാണ് അതിന്റെ. സംഭാഷണത്തിൽ വരുന്ന സ്വരങ്ങൾക്കുണ്ടാകുന്ന മാധുര്യം, അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. സ്വീറ്റ്നെസ് ആണത്, ഒരു സ്വീറ്റ് ആയിട്ടുള്ള സംഭാഷണം. തമിഴ് ഭാഷ നമുക്ക് അറിഞ്ഞുകൂടെങ്കിലും തമിഴ് ഭാഷയിലെ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ, പദങ്ങൾ കേൾക്കുമ്പോൾ ഹൃദയത്തിന് എന്തൊരു ഒരു ഇതുണ്ടാകുന്നത്, വളരെ മാധുര്യമുള്ള ഒരു അനുഭവം ഉണ്ടാകുന്നത് നമുക്ക്. തമിഴിന്റെ ഭാഷയുടെ ഒക്കെ ഇരിക്കുന്ന ഒരു പ്രത്യേകതയാണത്.
ഇനി പറയുന്നു സ്ഫുടത. സ്ഫുടത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പഷ്ടമായിട്ടുള്ള ഉച്ചാരണം, പ്രൊനൗൺസിയേഷൻ. പ്രൊനൗൺസിയേഷൻ സാധാരണ ആളുകൾ തീരെ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. നമ്മൾ ആദ്യകാലത്ത് ഇംഗ്ലീഷ് പഠിക്കുന്നത് പോലും പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിച്ചിട്ടല്ല, യാന്ത്രികമായിട്ട് എന്തൊക്കെയോ ഉച്ചരിക്കുന്നു. പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, സംസ്കൃതത്തിനായാലും മലയാളത്തിനായാലും ഇംഗ്ലീഷിനായാലും അത് കൃത്യമായിട്ട് ഉച്ചരിക്കണം, സ്പഷ്ടമായിട്ട് ഉച്ചരിക്കണം. ഇന്ന് മലയാളത്തിൽ തന്നെ ചില ആളുകൾ സംഭാഷണം നടത്തുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോ ഓരോ ഇപ്പൊ ക എന്ന് ഉച്ചരിച്ചു, അടുത്തത് അത് ഖരം ആണ്, അത് കഴിഞ്ഞിട്ട് അധിഖരം ഉച്ചാരണം വ്യത്യാസമുണ്ട്. ക ഖ എന്നാണ്. അതിലൊരു ഹകാരം കൂടി ചേർത്ത് ഒന്ന് പ്രസ് ചെയ്യേണ്ടതുണ്ട്. അതിനെ ക ഖ. ഗ എന്നത് മൃദുവാണ് ഗഗനം എന്നതിൽ ഗ. എന്നാൽ കുറച്ചുകൂടി സ്ട്രെസ് കൊടുക്കേണ്ടതുണ്ട് ഖ എന്ന് പറയുമ്പോൾ, അത് മേഘം എന്നതിലെ ഖ ആണ്. ഈ ഖരം, അധിഖരം, മൃദു, ഘോഷം, അനുനാസികം വ്യഞ്ജനങ്ങളിൽ പോലും വരുന്ന ഈ വ്യത്യാസത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് സംഭാഷണം ചെയ്യാൻ കഴിയുന്നവര് വളരെ അപൂർവം പേരാണ്. അപ്പൊ ഗുരു പറയുന്നത് ആ ഉച്ചാരണത്തിലും സ്ഫുടതയിലുമൊക്കെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. മൂന്നാമത് കുറച്ചുകൂടി ആയിട്ട് പറയുന്നത്, ഭാഷയ്ക്ക് വേറൊരു കാര്യം കൂടി ഉണ്ട്, ഔചിത്യം ഉണ്ടായിരിക്കണം. ഔചിത്യം എന്ന് പറഞ്ഞാല് നമ്മൾ ഏത് സന്ദർഭത്തിലാണ് ഒരു വാക്ക് പ്രയോഗിക്കേണ്ടത് ആ സന്ദർഭം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അവിടെ പ്രയോഗിക്കാൻ കഴിയുമ്പോഴാണ് വാക്കിന് വിലയുണ്ടാകുന്നത്. അനൗചിത്യമുണ്ട് ചിലവര്, ഇടയ്ക്ക് കയറി പറയുക, അനാവശ്യമായിട്ട് സംഭാഷണം നടത്തുക, അനാവശ്യമായിട്ട് പദങ്ങൾ ഉപയോഗിക്കുക. അത്തരം പദങ്ങൾ ഉപയോഗിക്കുന്ന രീതി അനൗചിത്യമാണ്, ഔചിത്യമല്ല. അപ്പൊ ഔചിത്യം എന്നത് ഒരു അവബോധം കൂടിയാണ്. ഒരു വ്യക്തിക്ക് അവബോധം ഉണ്ടാകുമ്പോഴാണ് ഔചിത്യപൂർവ്വം അദ്ദേഹം സംഭാഷണം ചെയ്യുള്ളൂ. അപ്പൊ ഇത്തരം മേഖലകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് വാക്കിന്റെ ശുദ്ധിയാണത്. ലയം എന്ന് പറഞ്ഞ ചേർച്ച. ഒരു പദം കഴിയുമ്പോൾ അടുത്ത പദം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ രണ്ട് പദങ്ങൾ ചേരണം, വളരെ മൃദുവായിട്ട്, വളരെ അനായാസം ചേരണം. അപ്പോഴാണ് അതിലൊരു ഋത്തം ഉണ്ടാകുന്നത്, ഒരു താളം ഉണ്ടാകുമ്പോൾ. നമ്മളുടെ വാക്കുകള് ഭംഗിപൂർവം ചേരുമ്പോൾ അതിനൊരു സൗന്ദര്യം ഉണ്ടായി വരുന്നു, അതിനൊരു ലയം ഉണ്ടായി വരുന്നു. ഈ ലയം വളരെ പ്രാധാന്യമുള്ളതാണ് സംഭാഷണത്തിലും വാക്കിലും ഒക്കെ. അപ്പൊ വാക്ശുദ്ധിയിൽ ഇത്രയും കാര്യങ്ങള് ഗുരു എടുത്തു പറഞ്ഞു. ആ വർണ്ണാനാം ആവർജകത്വം, സുവ്യക്തി എന്ന് വെച്ചാൽ ക്ലാരിറ്റി എന്ന അർത്ഥത്തിലാണ്. സ്വരമാധുരി, പദാനാം സ്ഫുടത, അതിന്റെ ആർട്ടിക്കുലേഷനിലുള്ള ക്ലാരിറ്റി, ഔചിത്യം, റെലവൻസ്, ലയം എന്ന് പറയുന്നത് അത് മെർജ് ചെയ്യുന്നത്, ഒരു വേർഡ് അടുത്തൊരു വേർഡിലേക്ക് മെർജ് ചെയ്യുന്നത് ലയമാണത്. ഇത്തരം ഗുണങ്ങളിലൂടെ ഒരു വ്യക്തിക്ക് വാക്കിന്റെ തലത്തില് ശുദ്ധി ഉണ്ടാകും. പിന്നെ 2 ശ്ലോകം അതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഇത് പറയാനായിട്ട്. അടുത്തത് പറയാണ്, അനുദ്വേജകതാ സത്യ സ്വാധ്യായഹിത കീർത്തനൈഹി സൗഷ്ഠവ പ്രിയതാഭ്യാം ച നിയതം വാക് വിശുദ്ധ്യതി. അനുദ്വേജകത, നമ്മളുടെ വാക്ക് വേറൊരാളെ ഒരിക്കലും ഉദ്വേഗം ജനിപ്പിക്കരുത്, വേറൊരാളുടെ മനസ്സിൽ വെറുപ്പുണ്ടാക്കരുത്. വെറുപ്പുണ്ടാക്കാതെ സംസാരിക്കാൻ കഴിയണം. നമ്മൾ സംസാരിക്കുമ്പോൾ ചില ആളുകൾക്ക് ഭയങ്കര വേദന ഉണ്ടാക്കും, വിരോധം ഉണ്ടാക്കും. അവർക്ക് അത് കേൾക്കുന്ന തന്നെ അരോചകമായിരിക്കും നമ്മളുടെ വാക്കുകൾ. അനുദ്വേജകത, ഉദ്വേഗം എന്നത് എക്സൈറ്റ്മെന്റ് ആണ്. ഉദ്വേഗം എന്ന വാക്കിന്റെ അർത്ഥം എക്സൈറ്റഡ് ആവും. പെട്ടെന്ന് നമ്മളുടെ എന്തെങ്കിലും പറയുമ്പോഴേക്കും അൺഎക്സൈറ്റഡ് ആയിരിക്കണം, ശാന്തമായിരിക്കണം നമ്മുടെ വാക്കുകൾ വേറൊരാൾക്ക് ഉണ്ടാക്കുന്ന ഭാവം. അതുകൊണ്ടാണ് അനുദ്വേജകത എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ സത്യസ്വാധ്യായ, സത്യമായിട്ടുള്ള വാക്ക് പറയണം. സംഭാഷണത്തിൽ നുണ പറയരുത് എപ്പോഴും. ചില ആളുകൾ നുണ പറയും, വെറുതെ ഇംപ്രഷന് വേണ്ടിയിട്ടായിരിക്കും നുണ പറയുന്നത്, ചിലപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആക്കാനായിരിക്കും നുണ പറയുന്നത്. എന്നിരുന്നാൽ നുണ പറയരുത്. നമ്മളുടെ വാക്കിന്റെ ശുദ്ധിയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നുണ പറയാതിരിക്കുക. പിന്നെ സ്വാധ്യായം,
സ്വാധ്യായം ഇന്ന് പലർക്കും ഇല്ലാത്തതാണ്. എല്ലാ ദിവസവും നമ്മൾ പ്രത്യേകിച്ചും വേദം മുതലുള്ള നമ്മുടെ മഹത് ഗ്രന്ഥങ്ങൾ കുറച്ച് പാരായണം ചെയ്യണം. ഒരു അരമണിക്കൂർ നേരമെങ്കിലും നമ്മൾ അത് പാരായണം ചെയ്യണം, വായിക്കണം. അങ്ങനെ വായിക്കുകയാണെങ്കിൽ നമ്മളുടെ പദകോശം, വൊക്കാബുലറി സംസ്കരിക്കപ്പെടും. വളരെ ബ്യൂട്ടിഫുൾ വൊക്കാബുലറി നമുക്ക് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്കൃതം എന്ന് പറയുന്നത് നല്ല ഒരു സംസ്കരണ സ്വഭാവമുള്ള പദങ്ങളുടെ ഒരു ശേഖരമാണ്. ശരിക്കും മനുഷ്യ മനസ്സിനെ സംസ്കരിക്കാൻ ശക്തിയുള്ളതാണ് സംസ്കൃതം. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ദിവസവും സ്വാധ്യായം ചെയ്യുകയാണെങ്കിൽ, സ്വാധ്യായം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സ്വയം പഠിക്കുക, സ്വയം പാരായണം ചെയ്യുക, സ്വയം വായിക്കുക ഒക്കെ ചെയ്യുക. അതാണ് ചെയ്യേണ്ടത്. ഹിതകീർത്തനൈഹി, അതുപോലെ തന്നെ മനസ്സിന് ഇണങ്ങുന്ന ദൈവിക ഭാവമുള്ള കീർത്തനങ്ങൾ ചൊല്ലണം, ദിവസം ചൊല്ലണം. ഡേ ടു ഡേ ലൈഫിൽ ഒരു ഡിസിപ്ലിൻ എന്ന രീതിയിൽ നമുക്ക് നിത്യവും ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ്. കീർത്തനങ്ങൾ ചെയ്യണം എല്ലാ ദിവസവും. അതിലൂടെ വാക്കിന് ശുദ്ധി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. വാക്ശുദ്ധിയെ കുറിച്ചിട്ടാണ് ഈ സന്ദർഭത്തിൽ, ഈ പ്രകരണത്തിൽ സംസാരിക്കുന്നത്. വാക്ശുദ്ധി ഉണ്ടാകണമെങ്കിൽ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കീർത്തനങ്ങൾ ചൊല്ലണം. വേദം പോലുള്ള, ഭഗവത്ഗീത പോലുള്ള, ഉപനിഷത്തുകൾ പോലുള്ള, ഭാഗവതം പോലുള്ള, ഗുരുദേവ കൃതികൾ പോലുള്ള കൃതികൾ പാരായണം ചെയ്ത് സ്വാധ്യായം ചെയ്യണം. മാത്രമല്ല സൗഷ്ഠവപ്രിയതാഭ്യാംച, പ്രിയതകളാലും വാക് നിയതം വിശുദ്ധ്യത. സൗഷ്ഠവം എന്ന വാക്കിന്റെ അർത്ഥം ബ്യൂട്ടി എന്നാണ്, സൗന്ദര്യം. ഈ സൗന്ദര്യമുള്ള വാക്കുകൾ, ചില വ്യക്തികളുടെ സംഭാഷണം കേട്ടിരുന്നു കഴിഞ്ഞാൽ അവരുടെ നാവിൽ എവിടെ നിന്നാണ് ഇത്രയും മനോഹരമായ പദങ്ങൾ ഉറന്നു വരുന്നതെന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. പ്രകൃതിയെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചും കവിതയെക്കുറിച്ചും എല്ലാം അവർ അനായാസം സംസാരിക്കുന്നു. അവർക്ക് ഒരിക്കലും വാക്കിന്റെ ക്ഷാമം ഉണ്ടാകുന്നില്ല. ക്ഷാമമില്ലാതിരിക്കാൻ കാരണം അവർ വാക്കിനെ ധ്യാനിക്കുന്നത് കൊണ്ടാണ്, വാക്കിനെ ഉപാസിക്കുന്നത് കൊണ്ടാണ്, അവർ വാക്കിനെ സരസ്വതിയായിട്ട് കാണുന്നത് കൊണ്ടാണ്, ഒരു ദേവതയായിട്ട് കാണുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് അതിന്റെ സൗന്ദര്യം, വാക്കിന്റെ സൗന്ദര്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ജീവിതത്തിന്റെ ഗുണപരമായ വശത്തെ, ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ആസ്പെക്റ്റിനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗുരു പറഞ്ഞിട്ടുള്ള ഈ വാക്ശുദ്ധിയുടെ മേഖലയിൽ നമ്മൾ ഇനിയും ഒരുപാട് ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ട്. വ്യക്തിപരമായിട്ട് ഓരോരുത്തരും അവരുടെ ക്വാളിറ്റി ഓഫ് എക്സ്പ്രഷൻ, അത് ഏറ്റവും പ്രധാനമാണ്. അത് മെച്ചപ്പെടുത്തിയെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഈ വാക്ശുദ്ധി നമ്മളെ സഹായിക്കും. ഇനി മനഃശുദ്ധിയാണ്. നമുക്ക് 8:30 വരെയല്ലേ നമ്മുടെ സമയം? വിനോദ്? അതെ, 10 മണിയായി. പക്ഷെ സ്വാമിജി 10-15 വരെ പോയാൽ ആർക്കും പ്രശ്നമുണ്ടോ? ഇവിടെ കുറച്ചുകൂടി, അതൊരു 15 മിനിറ്റ് കൂടി ഉണ്ടാവും പരമാവധി. ചെയ്യാം. എല്ലാവരും ഓക്കെ ആണെങ്കിൽ. മനഃശുദ്ധിയാണ് ഇനി നെക്സ്റ്റ്. ശുദ്ധി എന്ന് പറയുന്നത് മനഃശുദ്ധിയാണ്. മനഃശുദ്ധി, മനസ്സിന്റെ ശുദ്ധി, പ്യൂരിറ്റി ഓഫ് മൈൻഡ് എന്നാണ് മനഃശുദ്ധിയുടെ അർത്ഥം. അത് എങ്ങനെ ഉണ്ടാക്കാം? നമുക്ക് മനസ്സിന് ശുദ്ധി ഉണ്ടാകണം. മനസ്സ് ശുദ്ധമല്ലെങ്കിൽ എല്ലാം അശുദ്ധമായിട്ട് തീരും, ജീവിതം മുഴുവൻ അശുദ്ധമായിട്ട് തീരും. മനസ്സ് തന്നെയാണ് എല്ലാറ്റിനെയും ശുദ്ധമാക്കുന്നത്, അശുദ്ധമാക്കുന്നതൊക്കെ. അപ്പൊ അതിന് ഒരൊറ്റ ശ്ലോകമേ ഗുരു അനുപയോഗിച്ചിട്ടുള്ളൂ ഈ ശ്രീനാരായണ ധർമ്മത്തില്. ആർജവം കരുണാമൈത്രീ മാർദ്ദവം ച ധൃതിസ്ത്രപാം അദ്വേഷ പ്രണിധാനം ച മനഃശുദ്ധിം വിതന്വതേ. ആർജവം എന്ന് പറഞ്ഞ കാര്യം, മനസ്സ് ഒരിക്കലും വക്രമായിരിക്കാൻ പാടില്ല, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം. ചില ആളുകളുടെ മനസ്സ് എപ്പോഴും ക്രൂക്കഡായിരിക്കും, വളഞ്ഞതായിരിക്കും. അവക്രത എന്നാണ് ആർജവം എന്ന വാക്കിന്റെ അർത്ഥം. വക്രതയില്ലാതിരിക്കുക, നേരെ ചൊവ്വ ചിന്തിക്കുന്ന വ്യക്തികൾ. എപ്പോഴും നമ്മൾ നേരെ ചൊവ്വ ചിന്തിക്കാൻ പഠിക്കണം ജീവിതത്തിൽ. ചില ആളുകളുടെ കുടില ബുദ്ധി എന്ന് പറയില്ലേ, അതാണ് ശരിക്കും ആർജവത്തിന് വിപരീതമായിട്ടുള്ളത്, കുടില ബുദ്ധി. ഇപ്പോ നിരവധി സാഹിത്യങ്ങളിലൊക്കെ അത്തരം നമുക്ക് കുടില ബുദ്ധിയുള്ളത് ആളുകളെ കാണാം. പ്രത്യേകിച്ചും മഹാഭാരതത്തിലെ ശകുനി ഒരു കുടില ബുദ്ധിയാണ്. അവർക്ക് നേരെ ചെവിയുള്ള ബുദ്ധിയല്ല.
അത് ആർജവം കുറഞ്ഞവരാണ്. ആർജവമുള്ള വ്യക്തികൾ തനിക്ക് എത്ര ആഘാതം ഉണ്ടായാലും തനിക്ക് എത്ര അപകർഷം ഉണ്ടായാലും നേരെ ചെറിയ കാര്യങ്ങൾ പറയുന്നവരാണ് അവര്. അവരൊരിക്കലും വക്രമായ രീതിയിൽ ചിന്തിക്കില്ല. ആർജവം ഒന്നാമത്തെ മനഃശുദ്ധിക്ക് സഹായിക്കുന്ന ഇതാണ്. സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ചിന്തിക്കുക, എപ്പോഴും മനസ്സിൽ എപ്പോഴും നേരെ ചിന്തിക്കുക. രണ്ടാമത് മനസ്സിനുണ്ടായിരിക്കുന്ന ഏറ്റവും നല്ലൊരു ഭാവമാണ് കരുണ. കരുണ എന്ന വാക്കിന്റെ അർത്ഥം വിഷമിക്കുന്നവരോട്, ദുഃഖിക്കുന്നവരോട്, ലോകത്തിൽ എവിടെയൊക്കെയാണോ മനുഷ്യനോ ജീവികളോ ഒക്കെ ക്ലേശിക്കുന്നത്, ബുദ്ധിമുട്ടുന്നത്, കരുണ കാണിക്കുന്നവരോട്, അതിനോട് ജീവികളോടായാലും മനുഷ്യരോടായാലും കരുണ മനസ്സിന്റെ നല്ല ഒരു ഭാവമാണ്. മനസ്സിന്റെ ശുദ്ധിക്ക് ഈ കരുണ നല്ലോണം സഹായിക്കുന്നതാണ്. ശ്രീബുദ്ധൻ മഹാസമാധി വരിക്കുന്ന സമയത്ത് ശ്രീബുദ്ധന്റെ ശിഷ്യന്മാര് 2 ചേരികളായിട്ട് തിരിഞ്ഞിരുന്നു. 2 ചേരികളിൽ നിന്നും ശിഷ്യന്മാര് വന്ന് ഗുരുവിന്റെ 2 വശത്തായിട്ട് നിന്നു. എന്റെ ഗുരുവിനോട് പറയാണ്, ശ്രീബുദ്ധനോട് പറയാണ്, ഞങ്ങൾക്ക് ഗുരുവിന്റെ അവസാനമായ ഉപദേശം, ഗുരു ഈ ലോകം വിട്ടു പോവുകയാണല്ലോ, അന്തിമമായ ഉപദേശം ഞങ്ങൾക്ക് തരണം. ആ ഉപദേശം ഞങ്ങൾക്ക് എന്നും വിലപ്പെട്ടതായിരിക്കും. അപ്പോ വലതുവശത്ത് നിന്നിരുന്ന ആളുകളോട് ശ്രീബുദ്ധൻ പറഞ്ഞത് ആത്മദീപോ ഭവ എന്നാണ്. ആത്മദീപം എന്ന് വെച്ചാൽ സ്വയം ദീപം, സ്വയം വെളിച്ചമായിട്ട് തീരുക എന്നാണ് അതിന്റെ അർത്ഥം. ആത്മദീപോ ഭവ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വയം ഒരു വെളിച്ചമായിട്ട് തീരുക. സ്വയം വെളിച്ചമായിട്ട് തീരുന്നതാണ് ആത്മദീപം എന്ന് പറയുന്നത്. ആത്മദീപോ ഭവ. അത് കേട്ടപ്പോൾ അവർക്ക് സന്തോഷമായി, അവർ അതിനെ തെരഞ്ഞെടുത്തു. രണ്ടാമത്തെ കൂട്ടരോട് പറഞ്ഞു കരുണ ചിത്തഭവ, കാരുണ്യമുള്ളവരായിട്ടിരിക്കുക. ഹീനയാനം എന്നും മഹായാനം എന്നും 2 ശാഖകള് ബുദ്ധിസത്തിലുണ്ട്. അതിൽ ഹീനയാനികൾക്ക് ആത്മദീപോ ഭവ എന്നുള്ളതാണ് ഉപദേശമായിട്ട് അവരെപ്പോഴും കൊണ്ടു നടക്കുന്നത്. മഹായാനികൾ കരുണ ചിത്തഭവ, കാരുണ്യമുള്ളവരായിരിക്കുക. കാരുണ്യമാണ് ഏറ്റവും പ്രധാനമെന്ന്. ഇത് രണ്ടും ശ്രീനാരായണ ഗുരുവിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്വയം ഒരു വെളിച്ചമായിരിക്കുകയും അതോടൊപ്പം തന്നെ കരുണയുള്ളവനായിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഗുരു. ഇപ്പൊ ഗുരുവിന്റെ പ്രവർത്തന മണ്ഡലത്തില് ഈ കരുണ വളരെ പ്രാധാന്യമുള്ളതാണ്. ജീവകാരുണ്യ പഞ്ചകം എന്ന ഗുരു കൃതി എഴുതിയിട്ടുണ്ട്. അനുകമ്പാദശകം എന്ന കൃതി എഴുതിയിട്ടുണ്ട്. ജീവികളോടും ചെറുജീവികളോട് പോലും അനുകമ്പ കാണിക്കണമെന്നും ഗുരുവിന്റെ ഉപദേശങ്ങള് പ്രാധാന്യത്തോടുകൂടി പറയുന്നുണ്ട്. ഒരു പീഡ എറുമ്പിനും വരുത്തരുത് എന്നൊക്കെ ഗുരു നിരവധി ഉപദേശങ്ങള് സാധാരണക്കാർ ശ്രദ്ധിക്കാത്ത മേഖലകളിൽ പോലും ഗുരു കൊടുത്തിട്ടുണ്ട്. മൈത്രി എന്നത് മിത്രഭാവമാണ്. ഈ മൈത്രി മനസ്സിനെ സഹായിക്കുന്നതാണ്. പലപ്പോഴും നമ്മളുടെ മനസ്സിൽ ഒരു ധാരണയുണ്ട്, ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറയാം അതിനെ. നമ്മൾ ആരോ വലിയൊരാളാണ്, ബാക്കി എല്ലാവരും മോശപ്പെട്ടവരാണ്. ചില ആളുകൾ അങ്ങനെ കരുതാം. ചില ആളുകൾക്ക് അപകർഷബോധമുണ്ട്, ഞാൻ എല്ലാവരെക്കാളും താഴെയാണെന്നൊരു ബോധം. ഈ 2 ബോധവും ഉത്തമമല്ല. സർവത്തിനെയും മിത്രഭാവത്തിൽ കാണാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും മനസ്സിൽ അശുദ്ധി ഉണ്ടാകില്ല. ഒരു തരത്തിൽ അശുദ്ധി ഉണ്ടാകും. എല്ലാറ്റിനെയും മിത്രമായിട്ട് കാണാനായിട്ട് കഴിയണം. അത് ജീവികളെയും അങ്ങനെ കണ്ടാൽ അത്രയും നല്ലത്. മനുഷ്യനെ പോലെ തന്നെ പല ജീവികളെയും മിത്രഭാവത്തിൽ കാണാൻ കഴിയും. സെന്റ് ഫ്രാൻസിസ് എന്ന ഒരു വിശുദ്ധൻ ഇറ്റലിയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ജീവികളെ ഒക്കെ കണ്ടിരുന്നത് സ്വന്തം സഹോദരനെ പോലെയാണ്. ബ്രദർ ആസ് എന്നാണ് സ്വന്തം ശരീരത്തെ തന്നെ അദ്ദേഹം വിളിച്ചിരുന്നത്. അപ്പോ അദ്ദേഹത്തിന് ജീവികളോട് അത്രയോ ഒരു അടുപ്പുണ്ടായിരുന്നു, അത്രയോ ഒരു സൗഹൃദം ഉണ്ടായിരുന്നു, മൈത്രീഭാവം ഉണ്ടായിരുന്നു. ഈ മൈത്രീഭാവം നമ്മളുടെ ഭാരതത്തില് സംസ്കാരത്തിൽ അന്തർലീനമായിരിക്കുന്നതാണ്. സർവത്തിലും മിത്രഭാവം കാണാൻ കഴിയുന്നത്. എല്ലാ സെയിന്റുകളും എല്ലാ സേജുകളും ഋഷികളും ജീവൻ മുക്തന്മാരും സിദ്ധന്മാരും മഹാത്മാക്കളും ഈ മൈത്രിയെ വളരെയധികം വിലമതിച്ചിരുന്നു. എല്ലാവരിലും ഈശ്വരീയത അവർക്ക് കാണാൻ കഴിയുന്നതാണ് അവരുടെ മൈത്രീഭാവത്തിന്റെ അടിസ്ഥാനം. സർവത്തിൽ ഈശ്വരനെ കാണുന്നു.
സർവത്തിലും ഈശ്വരനെ കാണാൻ കഴിയുക. അതാണ് മൈത്രീഭാവത്തിന്റെ പാരമ്യം. ഇനി മാർദ്ദവം. മാർദ്ദവം എന്ന വാക്കിന്റെ അർത്ഥം ക്രൂരത ഇല്ലായ്മ, ബ്രൂട്ടാലിറ്റി ഇല്ലായ്മ. ചില ആളുകൾ സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മറ്റുള്ളവരെ എന്തോ കൊല്ലുന്നതിന് തുല്യമാണ്. മാർദ്ദവമില്ല ആർക്കും, മാർദ്ദവമില്ലാതെ സംസാരിക്കുക. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഗുരു പറയുന്നു, നിങ്ങൾ എന്ത് പറയുമ്പോഴും അതില് മൃദുല ഭാവം ഉണ്ടായിരിക്കണം. വേറെ ഒരാളെയും ക്ഷതപ്പെടുത്താതെ, വേറെ ഒരാളെയും കുത്തി നോവിക്കാതെ, കുത്തുവാക്കുകൾ പറയാതെ. ചില ആളുകളുടെ വാക്ക് നമുക്ക് കടാര കൊണ്ടുള്ള താടനം പോലെയാണ്, കടാര കുത്തിയിറക്കുന്ന പോലെയാണ് നമുക്കൊക്കെ കേൾക്കുമ്പോൾ. എന്തിനാണ് അവർ പറയുന്നത്? ഒരിക്കൽ പോലും അത്തരം വാക്കുകൾ താങ്ങാനുള്ള ശക്തി ചില ആളുകൾക്ക് ഉണ്ടാവില്ല. വാക്ക് കേട്ടിട്ട് ആത്മഹത്യ ചെയ്യാൻ പോയിട്ട്, ജീവിതത്തിനോടും തന്നെ മടുപ്പ് വന്നിട്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ് മാർദ്ദവത്തോടെ സംസാരിക്കണം. സോഫ്റ്റ് സ്പോക്കൺ ആയിരിക്കണം, ഹാർഡ് സ്പോക്കൺ ആയിരിക്കാൻ പാടില്ല. ധൃതി എന്നത് ധൈര്യം എന്ന അർത്ഥത്തിലാണ് ധൃതി എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. ധൃതി എന്തിന്? മനസ്സിന് ധൃതി ഉണ്ടായിരിക്കണം. ധൃതി എന്ന വാക്കിന്റെ അർത്ഥം ആത്മാവിലുള്ള ഉറപ്പാണ്, നിശ്ചയമാണ് ധൃതി എന്ന വാക്കിന്റെ അർത്ഥം. ധൈര്യം എന്നുകൂടി അതിന് അർത്ഥമുണ്ട് ധൃതി എന്ന വാക്കിന്. നിശ്ചയം, ആത്മനിശ്ചയം, എപ്പോഴും ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. ധൃതി എന്ന വാക്കിന് കോൺഫിഡൻസ് എന്ന അർത്ഥം കൂടിയുണ്ട്. അപ്പൊ നമുക്ക് ആത്മാവില് ഒരു നിശ്ചയം ഉണ്ടാകുമ്പോഴാണ് ശരിക്കും ആത്മവിശ്വാസം ഉണ്ടായിരിക്കുന്നത്. ജീവിതത്തിൽ ഏത് മേഖലയിലും നമുക്ക് മുന്നേറാൻ കഴിയുന്നതൊക്കെ ധൃതി ഉണ്ടായിരിക്കും. ധൃതി എന്ന വാക്കിന്റെ സംസ്കൃത അർത്ഥതാണ് നമുക്ക് ജീവിതത്തെ കുറിച്ച് ഒരു ഉറപ്പുണ്ടായിരിക്കണം. പെട്ടെന്നൊന്നും അങ്ങനെ ഇത് കേൾക്കുന്നതോടുകൂടി ഇളകാൻ പാടില്ല. കാരണം നമുക്കറിയാം എന്തിനാണ് ജനിച്ചത്, എങ്ങോട്ടാണ് ഞാൻ സഞ്ചരിക്കുന്നത്, ജീവിതത്തിന്റെ ലക്ഷ്യമെന്ത്, ഇതിനെക്കുറിച്ചൊക്കെ അവബോധമുള്ള ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ഉറച്ച ഒരു മനസ്സുണ്ടായിരിക്കും. ത്രപ എന്ന വാക്കാണ് പിന്നെ ഗുരു ഉപയോഗിച്ചിരിക്കുന്നത് മനസ്സിന്റെ ശുദ്ധിക്ക് വേണ്ടി. ത്രപ എന്ന് പറഞ്ഞാൽ അധർമ്മം ചെയ്യുമ്പോൾ നമുക്ക് ലജ്ജ ഉണ്ടാകണം. അധർമ്മം ചെയ്യുന്ന സമയത്ത് അത് ഒരു ക്വാളിറ്റിയാണ്. അധർമ്മം എപ്പോഴെങ്കിലും നമുക്ക് ചെയ്യേണ്ടി വരുന്ന ലജ്ജ കൊണ്ട് അത് ചെയ്യാതിരിക്കാൻ തോന്നും. അത്തരം ഒരു മനസ്സ് ഇന്ന് നമുക്കറിയാം ഒരാൾക്കും ഇല്ലാത്ത ഒരു സാധനമാണ് ഈ ത്രപ എന്ന് പറയുന്നത്. എത്രയോ അഴിമതികൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നു. ഉത്തരവാദിത്വപൂർവ്വം ഏൽപ്പിച്ച ഭരണാധികാരികൾ ജനങ്ങളുടെ ധനമെല്ലാം അപഹരിച്ചു കൊണ്ടുപോകുന്നു, ഒരു നാണവുമില്ലാതെ. ആ ത്രപ എന്നത് അവർക്ക് ഇല്ല, ലജ്ജയില്ല അവർക്ക്. അധർമ്മമാണെന്ന് അവർക്കറിയാം, എന്നിട്ടും അവരത് ആവർത്തിക്കുന്നു. അപ്പൊ സമൂഹത്തിൽ മൂല്യശോഷണം വരുന്നത് അധർമ്മം ചെയ്യുമ്പോൾ ത്രപ ഇല്ലാതെ പോകുന്നതുകൊണ്ടാണ്. ത്രപ അത് എങ്ങനെ വളരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യകാലം മുതൽ തന്നെ കുട്ടികളിൽ തന്നെ ധർമ്മബോധം വളർത്തിയെടുക്കാൻ നന്നായിട്ട്. അതിനാണ് ഗുരുകുല വിദ്യാഭ്യാസമൊക്കെ പ്രസക്തി കൊടുത്തിട്ടുള്ളത്, ധർമ്മബോധം ഉണ്ടാക്കുക. അപ്പൊ ധർമ്മബോധം നല്ലവണ്ണം വളരുന്നതോട് കൂടിയിട്ട് എപ്പോഴെങ്കിലും ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാൻ ഇടവരുന്ന സമയത്ത് അവർക്ക് മാനസികമായ ഒരു ലജ്ജ, ഒരു വൈക്ലഭ്യം ഉണ്ടാകും. അയ്യോ, ഞാനിത് ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ, ഞാനിത് ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ എന്ന് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ധർമ്മബോധം ഉറച്ച വ്യക്തികൾക്ക് അധർമ്മം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പിന്തിരിയാനുള്ള ഒരു മനോഭാവം, അധർമ്മത്തിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ട് ധർമ്മത്തിൽ തന്നെ ഉറച്ചിരിക്കാനുള്ള ഒരു മനസ്സാണ് ത്രപ എന്ന് പറയുന്നത്. അത് ഉണ്ടായിരിക്കണം. അത് മനസ്സിന്റെ ഒരു ശുദ്ധിയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. പ്യൂരിറ്റി ഉള്ള മനസ്സുള്ള ആളുകൾക്ക് ഒരിക്കലും അധർമ്മം ചെയ്യാൻ കഴിയില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇനി അദ്വേഷ, കോപമില്ലായ്മ, അതാണ് മനസ്സിന്റെ വേറെ പ്രത്യേകത. നമുക്ക് എവിടുന്നാ കോപം വരുന്നത്? കോപം വരുന്നത് കാമത്തിൽ നിന്നാണ്. കാമം എന്ന് പറഞ്ഞാൽ എന്താ? ആ ആഗ്രഹങ്ങളാണ്. ആഗ്രഹം എങ്ങനെയുള്ള ആഗ്രഹങ്ങൾ? ധർമ്മവിരുദ്ധമായ ആഗ്രഹങ്ങൾ. ധർമ്മവിരുദ്ധമായ ആഗ്രഹങ്ങൾ മനുഷ്യനുണ്ടാകുമ്പോൾ ആ ആഗ്രഹങ്ങളെ, ആ കാമങ്ങളെ തടയിടുന്ന സമയത്ത് അത് കോപമായിട്ട് പരിണമിക്കുകയാണ് ചെയ്യുന്നത്, ദേഷ്യമായിട്ട് പരിണമിക്കുന്നു, അത് റിവെഞ്ച് ആയിട്ട് പരിണമിക്കുന്നു, അത് പകയായി, ഈർഷ്യയായി, വിദ്വേഷമായി, അത് ഹിംസയായി, അക്രമോത്സുകതയായിട്ട് മാറുന്നു. എവിടെ കാമമുണ്ടോ അവിടെ കാമത്തിന്റെ പരിണത ഫലമായിട്ടുള്ള കോപമുണ്ട്. കോപം എവിടെയുണ്ടോ അവിടെ ഹിംസയുണ്ട്. ഹിംസ എവിടെയുണ്ടോ അവിടെ മരണമുണ്ട്. അങ്ങനെ കാമമാണ്
ഒരു മനുഷ്യന്റെ അധപതനത്തിന് കാരണം ഭഗവത്ഗീത അത് നല്ലവണ്ണം വിശദീകരിക്കുന്നുണ്ട്. ഈ സന്ദർഭത്തില് അതിലേക്ക് ജമ്പ് ചെയ്താൽ വീണ്ടും വിഷയത്തിന്റെ വ്യാപ്തി കൂടും. അതുകൊണ്ട് ഭഗവത്ഗീതയിൽ കാമമാണ് സർവത്തിന്റെയും നാശത്തിന് കാരണമെന്ന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ഇവിടെ ദ്വേഷം എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ കാമത്തിൽ നിന്ന് വരുന്നു എന്ന് മനസ്സിലാക്കണം. അപ്പോ അതോടൊപ്പം തന്നെ പറയുന്നു പ്രണിധാനം. പ്രണിധാനം എന്ന വാക്കിന്റെ അർത്ഥം ധ്യാനം. നമുക്ക് മനസ്സിന് ഏകാഗ്രതയും ധ്യാനവും ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് മനഃശുദ്ധിക്ക് ഹേതുകമായിട്ട് പറയുന്നത്. ആർജവം, കരുണ, മൈത്രി, മാർദ്ദവം, ധൃതി, കൃപ, അദ്വേഷ, പ്രണിധാനം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പരിശീലിക്കണം മനസ്സ് ശുദ്ധമായിട്ട് കിട്ടാനായിട്ട്. നമുക്ക് എത്ര ശാസ്ത്രീയമായിട്ടാണ് ഇതെല്ലാം അടുക്കി വെച്ചിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കാതെ പോവുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് മൂല്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടും. നമുക്ക് നമ്മളെ തന്നെ കൂടുതൽ എൻറിച്ച് ചെയ്യാൻ കഴിയും, കൂടുതൽ ആന്തരിക സമ്പന്നമാക്കാൻ കഴിയും, ക്വാളിറ്റി വൈസ് ഒരു നല്ല വ്യക്തിയായിട്ട് മാറാൻ കഴിയും. ഇത്രയും സാധ്യതകളൊക്കെ ഇരുന്നിട്ടും നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നെപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഞാൻ ജീവിക്കേണ്ടത്? ഗുരുക്കന്മാരും ആചാര്യന്മാരും പൂർവികരും ഒക്കെ തന്നെ നമുക്ക് നല്ല ഒരു ജീവിതത്തിന്റെ വശത്തെക്കുറിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ നമ്മളുടെ മനസ്സ് അതിലേക്ക് വരാത്തത് കൊണ്ടാണ് നമുക്കത് ജീവിക്കാൻ കഴിയാതെ പോകുന്നത്. അപ്പൊ മനഃശുദ്ധി ഉണ്ടാക്കിയെടുക്കണം. മനഃശുദ്ധിക്ക് സഹായിക്കുന്ന മൂല്യങ്ങളാണ് എണ്ണി പറഞ്ഞിട്ടുള്ളത്. 8ഓളം മൂല്യങ്ങളോട് എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഒരു ഗുരുവിൽ നിന്ന് കിട്ടുന്ന മഹാ സന്ദേശങ്ങളായിട്ട് കരുതിയിട്ട് തീർത്ഥാടനത്തിന് യാത്ര തിരിക്കുന്ന എല്ലാവരും ഇതെല്ലാം മനസ്സിൽ വെക്കണം. ആർക്കെതിരെയും പകയില്ലാതെ, വിദ്വേഷമില്ലാതെ, മൃദുവായിട്ട്, മൈത്രിയോടുകൂടി, കരുണയോടുകൂടിയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ജീവിക്കാൻ കഴിയണം. ഇനി 4ാമത്തെ ശുദ്ധി ഇന്ദ്രിയ ശുദ്ധിയാണ്. ഇന്ദ്രിയം എന്ന വാക്കിന്റെ അർത്ഥം അറിയാൻ നമുക്ക് 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളുമാണ് ഉള്ളത്. അതില് ജ്ഞാനേന്ദ്രിയങ്ങള് കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക് ഇവയാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. കർമ്മേന്ദ്രിയങ്ങൾ അറിയാം. കൈ, കാല്, പാണി, പാദം എന്നാണ് അതിന് പറയാ. കൈ, കാല്, നാക്ക്. നാക്ക് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ ജ്ഞാനേന്ദ്രിയമായിട്ടുള്ള രസനയല്ല, ഈ നാവ് വാക്ക് എന്നാണ് പറയുക. സംസാരിക്കുന്നതാണ് ഇവിടുത്തെ കർമ്മേന്ദ്രിയം. നാവ് എന്ന ഇന്ദ്രിയത്തിന് 2 ധർമ്മമുണ്ട്. നാവ് ഒരേ സമയം ജ്ഞാനേന്ദ്രിയമാണ്, കർമ്മേന്ദ്രിയമാണ്. നാവ് കൊണ്ട് സംസാരിക്കാം, നാവ് കൊണ്ട് രുചിക്കാം. അപ്പൊ അത് കർമ്മേന്ദ്രിയമാണ്, ജ്ഞാനേന്ദ്രിയമാണ്. ഇവിടെ വാക്ക് എന്ന് പറയുമ്പോൾ കർമ്മേന്ദ്രിയമാണ് നാവ്. അപ്പോ ഒരു നാവ് 2 ഇന്ദ്രിയമാണ് ഒരേ സമയം തന്നെ നമ്മളിലെ ഒരു അവയവം. അപ്പോ വാക്ക്, അതുപോലെ കൈ, കാല്, പായു, ഉപസ്ഥം, ബുധം അല്ലെങ്കിൽ ജനനേന്ദ്രിയം, ഈ 5 ഇന്ദ്രിയങ്ങൾ ഇതെല്ലാം ശുദ്ധമായിട്ട് വെക്കണം. അതെങ്ങനെ ശുദ്ധമായിട്ട് വെക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്രിയാർത്ഥേഷു അപ്രവൃത്തി, അപീഡനമലാളനം, അയുക്താസംസ്തവശ്ചൈതൈഹി ശുദ്ധ്യതീന്ദ്രിയപഞ്ചകം. അപ്രിയാർത്ഥേഷു ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ പ്രവർത്തിക്കാതിരിക്കുക. ധർമ്മബോധമുള്ള ഒരു വ്യക്തി അയാൾക്ക് ധർമ്മം പ്രവർത്തിക്കുന്നതിലെ സന്തോഷമുള്ളൂ. അധർമ്മം പ്രവർത്തിക്കുന്നതിൽ ഒരിക്കലും സന്തോഷം ഉണ്ടായിരിക്കില്ല. അപ്പോ അധർമ്മം ചെയ്യേണ്ടി വരുന്ന നേരത്തെ അതിന് പിന്തിരിയണം. അപ്രിയാർത്ഥേഷു, അപ്രിയമായിട്ടുള്ള കാര്യങ്ങളാണ് അധർമ്മം എന്ന് പറയുന്നത്. ധർമ്മബോധമുള്ള ഒരു മനുഷ്യന് അപ്രിയമുളവാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് പിന്തിരിയണം, എപ്പോഴും പിന്തിരിയണം. അപീഡനം, 2ാമത്തെ കാര്യം പറയുകയാണെങ്കിൽ, 1 അധർമ്മ വൃത്തികളിൽ നിന്ന് പിന്തിരിയുക, 2 അപീഡനം, ആരെയും ഉപദ്രവിക്കാതിരിക്കുക. ഇന്ന് നമ്മള് എപ്പോഴും നമ്മുടെ മനസ്സിൽ ആരെങ്കിലും ഉപദ്രവിക്കുകയോ വേദനിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നതിലൂടെയാണ് നമ്മുടെ സംതൃപ്തി കണ്ടെത്തുന്നത്. അത്തരം സംതൃപ്തികൾ ശാശ്വതമല്ല എന്നും അതിന് പ്രതിലോമപരമായിട്ടുള്ള ഒരു ശക്തി ഉണ്ടെന്നും അത് തിരിച്ചടിക്കുമെന്നും
വേറൊരാൾക്ക് വേദന ഉണ്ടാകുമ്പോൾ ആ വേദനയ്ക്ക് ഒരു പ്രതികരണം ഉണ്ടാകുമെന്നും ആ പ്രതികരണം എൻ്റെ ജീവിതത്തെ ബാധിക്കുമെന്നൊക്കെ നമുക്ക് അറിയണം. ഇത് ഒരു വലിയ അറിവ് തന്നെയാണത്. നമുക്ക് വേറൊരാൾ വേദനിക്കുമ്പോൾ എനിക്കെന്താന്ന് ചോദിക്കല്ല, അയാളുടെ വേദന പരിണമിച്ച് എൻ്റെ വേദനയായിട്ട് മാറും കാലക്രമത്തിൽ. അങ്ങനെയാണ് കർമ്മം പ്രവർത്തിക്കുന്നത്. കർമ്മത്തിന്റെ ഒരു സ്വഭാവമാണത്. നമ്മൾ എവിടെ ആഘാതങ്ങൾ ഏൽപ്പിക്കുന്നുവോ ആ ആഘാതം എന്നിലേക്ക് തന്നെ തിരിച്ചു വരും. എൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു തത്വം, കർമ്മ തത്വം നമ്മൾ എത്രയോ വർഷമായിട്ട് ഭാരതത്തിലെ ഓരോ മഹാത്മാവിന്റെയും ജീവിതത്തിന്റെ അനുഭവമായിട്ട് അവർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നമുക്ക്. ഇപ്പോഴും അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആരെയും ഉപദ്രവിക്കരുത്, ബോധപൂർവ്വം ആരെയും ഉപദ്രവിക്കരുത്, വേദനിപ്പിക്കരുത്, കൊല്ലരുത്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. ഇന്ദ്രിയ അശുദ്ധിയുടെ ഭാഗമാണ് അലാളനം എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ ഓരോ ഇന്ദ്രിയത്തെയും പ്രീണിപ്പിക്കാനാണ് നമ്മൾ ഇപ്പോൾ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ചും ഇന്നത്തെ കൺസ്യൂമറിസ്റ്റിക് സൊസൈറ്റിയിൽ, ഉപഭോഗ സംസ്കൃതിയുടെ ഒരു ലോകത്ത് ഇന്ദ്രിയങ്ങളെ ലാളിക്കാനാണ് വികസനങ്ങൾ പോലും ഉണ്ടായിട്ടുള്ളത്. എല്ലാ വികസനങ്ങളും ഇന്ദ്രിയ ലാളനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്കറിയാം, ഇന്നൊരു മാളിലേക്ക് കയറി ചെന്നാൽ തന്നെ എന്തെല്ലാം വസ്തുക്കളാണ്. ഒരു 50-60 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലെ ഒരു പലചരക്ക് പീടികയിൽ ചെന്നാൽ കിട്ടുന്ന സാധനമാണെന്ന് ഒരു മാളിൽ കിട്ടുന്നത്. എത്ര വ്യത്യസ്തമായ വസ്തുക്കൾ ഓരോന്നും. അപ്പൊ ഓരോന്നും നോക്കുമ്പോൾ കണ്ണിനെ പ്രീണിപ്പിക്കാനായിട്ട്, ലാളിക്കാനായിട്ട്, കാതിനെ ലാളിക്കാനായിട്ട്, മൂക്കിനെ ലാളിക്കാനായിട്ട്, നാക്കിനെ ലാളിക്കാനായിട്ട്, ത്വക്കിനെ ലാളിക്കാനായിട്ട് നിരവധി വിഷയങ്ങളാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇന്ദ്രിയ ലാളന നമുക്ക് കുറയ്ക്കാൻ കഴിയണം. അയുക്ത അസംസ്തവ, യോഗ്യമല്ലാത്തവരെ സ്തുതിക്കാതിരിക്കുക. അതാണ് അടുത്തത് പറയുന്നത്. ഈ ലോകത്ത് നമ്മൾ അയോഗ്യരായവരെ സ്തുതിക്കുന്ന ഒരു പ്രവണത എന്നുണ്ട്. പ്രത്യേകിച്ചും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് രാഷ്ട്രീയക്കാരായാലും, ഇനി അവാർഡുകൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ചില ആളുകൾ തൽപര കക്ഷികൾക്ക് വേണ്ടിയിട്ട് സ്വജനപക്ഷപാതത്തോടു കൂടിയിട്ട് അവാർഡുകൾ കൊടുക്കുന്നു. തൻ്റെ മതക്കാർക്ക്, തൻ്റെ ജാതിക്കാർക്ക്, രാഷ്ട്രീയക്കാർക്ക് ഒക്കെ വേണ്ടിയിട്ട്, ബന്ധുക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ അവരെ സ്തുതിക്കുകയും, അധർമ്മികളെ സ്തുതിച്ചിട്ട് ഒരിക്കലും ഒരു സമൂഹം നല്ലതായിട്ട് വരില്ല. ധർമ്മ വ്യവസ്ഥയിൽ ജീവിക്കുന്നവരെ എപ്പോഴും അവരെ ഉയർത്തിയെടുക്കുകയും വേണം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ധാർമ്മികമായി ജീവിക്കുന്നവർ അവഗണിക്കപ്പെടുകയും അധാർമികര് പുകഴ്ത്തപ്പെടുകയും ചെയ്യുന്ന ഒരു ലോകമാണ്. അതിന് വ്യത്യസ്തമായിട്ട് ഇനി വരേണ്ടതുണ്ട്. ഇതൊക്കെ ഇന്ദ്രിയ ശുദ്ധി വരുന്നതിലൂടെയാണ് നമുക്ക് മനസ്സിലാകുകയുള്ളൂ. അപ്പോ ഈ ഇന്ദ്രിയ ശുദ്ധിയെ കുറിച്ച് നല്ലവണ്ണം നമുക്ക് ബോധ്യം ഉണ്ടാകണം. ഇനി ഗൃഹശുദ്ധിയാണ്. ഇത് അവസാനത്തെ ശുദ്ധി പഞ്ചകത്തിലെ അവസാനത്തെ ഭാഗമാണ്. അന്തഃസൂര്യാംശു സമ്പാദ, ശുദ്ധവായു സമാശ്രയ, അശുചി ദ്രവ്യ നിഷ്കാസ, സർവതോ നിത്യമാർജനം, പര്യന്തേ മൂത്രവിഷ്ടാദേര അനുസർഗ സുഗന്ധിഭിഃ, സായം പ്രാതർധൂപനം ച ഗൃഹശുദ്ധികരാണി ഷഡ്. ഗൃഹശുദ്ധിയില് എടുത്തു പറയുന്നത് ശരിക്കും ഇന്നത്തെ സ്വച്ഛ ഭാരത് എന്ന് പറയുന്ന ഇന്നത്തെ കേന്ദ്ര സർക്കാരിന്റെ നയത്തിലെ ഒരു ഭാഗമാണ്. സ്വച്ഛ ഭാരതത്തിന്റെ ഗൃഹം ശുദ്ധമായി ഇരിക്കുന്നതോടൊപ്പം പരിസരവും ശുദ്ധമാക്കി വെക്കണം എന്നുള്ളതാണ്. എൻവിറോൺമെന്റും വീടിന്റെ അന്തർഭാഗവും എപ്പോഴും നമ്മൾ ശുദ്ധമാക്കി വെക്കണം. അപ്പോ തീർത്ഥാടകരായിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം തീർത്ഥാടനത്തിന് തയ്യാറെടുക്കുമ്പോൾ തന്നെ വീടും പരിസരവും ശുദ്ധമാക്കി വെക്കണം. ആദ്യം നമ്മൾ മനസ്സ്, ശരീരം, ഇന്ദ്രിയം, വാക്ക് ഒക്കെ ശുദ്ധമാക്കി വെക്കുന്ന പോലെ തന്നെ അതിൽ എങ്ങനെയാണ് വീടിന്റെ അന്തർഭാഗം വീട് ശുദ്ധമാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്തഃസൂര്യാംശ സമ്പാദ, ഗൃഹത്തിന്റെ ഉള്ളിലേക്ക് സൂര്യപ്രകാശം കടന്നു വരാനായിട്ട് അനുവദിക്കണം. നമ്മൾ വാതിലുകൾ അടച്ചിടും, ജനലുകൾ അടച്ചിടും, തുറക്കില്ല, വർഷങ്ങളോളം അത് അടച്ചിടും. എന്നാൽ എല്ലാം തുറന്ന് ഇടയ്ക്കിടയ്ക്ക് ഈ ഗൃഹത്തിന്റെ ഉള്ളിലേക്ക് സൂര്യരശ്മികൾ വരാനായിട്ട് അനുവദിക്കണം. വാസ്തുശാസ്ത്രത്തിന്റെ അടിസ്ഥാനം അതാണ്. വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ധവിശ്വാസം മാത്രം. ചിലർ അന്ധവിശ്വാസം ഉള്ളവരുണ്ട്, കൊണ്ടു നടക്കുന്നവരുണ്ട് ഉണ്ടാക്കിയിട്ട്. പക്ഷെ അതിലൊരു ശാസ്ത്രീയത ഉണ്ടെന്നാണ് പറയുന്നത്.
ഏറ്റവും പ്രധാനം വായു, പ്രകാശം, ഇതൊക്കെ ആ വീടിന്റെ അകത്ത് കടക്കണം. പഞ്ചഭൂതങ്ങൾക്ക് വേണ്ടവണ്ണം പ്രവേശനമുള്ള ഒരു ഇടമായിരിക്കണം വീട്. പഞ്ചഭൂത നിഷേധമായിട്ടുള്ള, പഞ്ചഭൂത ശക്തികളെ നിഷേധിക്കുന്ന ഒരിടമാകരുത് വീട്. ആ നിഷേധം തന്നെയാണ് വീടിന്റെ ശുദ്ധി നശിപ്പിക്കുന്നത്. അപ്പൊ അതില് സൂര്യരശ്മികൾ വീട്ടിലേക്ക് കടക്കണം. നമുക്കറിയാം, ഇന്ന് വാസ്തുവിദ്യ പ്രകാരം അടുക്കളയും അതൊക്കെ മുഖം ഒക്കെ കിഴക്കോട്ടായിട്ട് വീട് പണിയണം എന്ന് പറയുന്നത് അതിൽ ശാസ്ത്രീയതയുണ്ട്. നമ്മൾ എണീറ്റ് വരുന്ന സമയത്ത് വീടിന്റെ ഉള്ളിലേക്ക് സൂര്യബീജികൾ വന്ന് വീഴുന്നതും അത് നൽകുന്ന ഉന്മേഷവും ആരോഗ്യവും മനസ്സന്തോഷവും ഒക്കെ, വീട്ടിൽ പാചകം ചെയ്യുന്ന സമയത്ത് അടുക്കളയിൽ പാചകം ചെയ്യുന്ന ഭക്ഷണത്തിലേക്ക് സൂര്യരശ്മികൾ വന്ന് പതിക്കുന്നതും ഒക്കെ അതൊരു ഹെൽത്തി ട്രെൻഡാണ്. അത് ഹെൽത്തി ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ്. അതാണ് ഇവിടെ പറയുന്നത്. വീടിന് അകത്ത് സൂര്യപ്രകാശം കടക്കണം. ശുദ്ധവായു സമാശ്രയ, ശുദ്ധവായു പ്രവേശിക്കണം. ശുദ്ധവായു വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരണം. ശുദ്ധവായു കിടക്കാത്ത പല മുറികളൊന്നും പല വീടുകളിലുണ്ട്. പണ്ട് കാലത്തും ഉണ്ട് അങ്ങനത്തെ മുറികളൊക്കെ. അവിടെ കിടക്കുകയാണെങ്കിൽ രോഗം വരും, പെട്ടെന്ന് രോഗം വരും, മനുഷ്യന് ആരോഗ്യം നശിച്ചു പോകും. അശുദ്ധി ദ്രവ്യ നിഷ്കാസഹ, വീടിന്റെ ഉള്ളില് പഴകിയ വസ്തുക്കൾ ഇരിക്കുന്നുണ്ടെങ്കിൽ, ദുർഗന്ധമുള്ള വസ്തുക്കൾ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളയണം. എവിടെയാണ് കളയേണ്ടതെന്ന് വെച്ചാൽ ഉപേക്ഷിക്കണം. അതൊക്കെ വീട്ടിൽ നിന്ന് മാറ്റണം, നിർമ്മാർജ്ജനം ചെയ്യണം. എത്രയോ വർഷങ്ങളോളം ഒരു പ്രയോജനമില്ല, ഒരു ഉപകാരവും ഇല്ലാതിരിക്കുന്ന പഴയ വസ്തുക്കൾ വീടുകളിൽ കുന്നുകൂടി കിടക്കുന്നുണ്ട്. അതൊക്കെ എടുത്ത് കളയണം. ക്രിയേറ്റ് സ്പേസ് എന്ന് പറയും. വീട്ടിൽ നിരവധി സ്പേസ് ഉണ്ടാക്കണം നമ്മൾ. ഒരിക്കൽ നമുക്ക് ഇതെല്ലാം ഉപയോഗത്തിലേക്ക് വരുന്നു കരുതിയിട്ട് നമ്മൾ പലതും കുന്നുകൂട്ടി വെക്കും. പക്ഷെ അതൊക്കെ വേസ്റ്റുകളാണ്. നമ്മളത് മാറ്റിയിട്ട് നമുക്ക് കുറെ ഇടം ഉണ്ടാക്കണം. അതാണ് ആവശ്യം. അവിടെ ഇടം എന്ന് പറയുന്ന ആകാശമാണ്. കുറച്ച് സ്പേസ് ഉണ്ടാക്കണം. സർവതഃ നിത്യമാർജനം, അശുചി വസ്തുക്കൾ എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കണം. പര്യന്തേ മൂത്രവിഷ്ടാദേ അനുസർഗ, വീടിന്റെ പരിസരങ്ങളിൽ മൂത്രമൊഴിക്കുക, വിസർജിക്കുക, ഇതൊക്കെ ഇല്ലാതായിരിക്കണം. ഇതൊക്കെ ആ കാലഘട്ടത്തിൽ പ്രത്യേകം പറയേണ്ടത് തന്നെയായിരുന്നു. മിക്ക ആളുകളും വീടിന് തൊട്ടടുത്ത് വിസർജിച്ചു വെക്കുകയും മൂത്രമൊഴിച്ചു വെക്കുകയും ഒക്കെ ചെയ്യും. അത് ഒരിക്കലും ശുചിത്വം ഉണ്ടാക്കുന്നതല്ല എന്ന് ഗുരു പഠിപ്പിച്ചു കൊടുക്കുന്നു. പിന്നെ സായം പ്രാതഃ, വൈകിട്ടും കാലത്തും സുഗന്ധഭിഹി, അഷ്ടഗന്ധം പോലുള്ള വസ്തുക്കൾ, നല്ല ഔഷധ വസ്തുക്കളാണ് അതെല്ലാതും. അത് പുകയ്ക്കണം, ധൂപനം ചെയ്യണം മുറികളുടെ ഉള്ളിലൊക്കെ. കീടങ്ങളുണ്ടെങ്കിൽ ഒക്കെ അത് ആ കീടങ്ങളെല്ലാം തന്നെ ഈ അഷ്ടഗന്ധത്തിന്റെ ഒക്കെ ധൂപം അങ്ങോട്ട് വരുമ്പോൾ അതൊക്കെ നിർമാർജിതമായിട്ട് ആരോഗ്യപരമായ ഒരു പരിസരം അത് ഉണ്ടാക്കിത്തരും. ഇതെല്ലാതും ഈ 6ഉം ഗൃഹശുദ്ധിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഗൃഹശുദ്ധി, ഗൃഹത്തിന്റെ പരിസര ശുദ്ധി ഒക്കെ ഇതാക്കണം. നമ്മുടെ വീട്ടില് ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള വസ്തുക്കൾ ഉണ്ടെങ്കിൽ ഒരു പാത്രത്തിലേക്ക് ഇട്ട് അത് വളമാക്കി മാറ്റണം. ബയോഡീഗ്രേഡബിൾ അല്ലാത്തതൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലും അതിന് പറ്റുന്ന റീസൈക്കിൾ ചെയ്യാവുന്ന സൗകര്യങ്ങളുള്ളിടത്തേക്ക് അത് കൊടുത്ത് അത് റീസൈക്കിൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കണം. കുഴിച്ചിടേണ്ടവ കുഴിച്ചിടണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഗൃഹശുദ്ധിയെ കുറിച്ചിട്ട് ഗുരു പറയുന്നത്. അപ്പോ ശരീരശുദ്ധി, വാക്ശുദ്ധി, മനഃശുദ്ധി, ഇന്ദ്രിയശുദ്ധി, ഗൃഹശുദ്ധി, ഈ 5 ശുദ്ധികളും നമ്മളുടെ ജീവിതത്തിൽ ഓരോരുത്തരും, ലോകത്തുള്ള എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രസക്തമാണ്. തീർത്ഥാടകർക്ക് മാത്രമല്ല, തീർത്ഥാടകർ ഇത് പ്രത്യേകം നിഷ്കർഷയോട് കൂടിയിട്ട് അനുഷ്ഠിക്കേണ്ടതാണ്. ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ അവരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താനായിട്ട്, ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഈ ശിക്ഷണം സഹായിക്കുന്നതായിരിക്കും. ഈ പഞ്ചശുദ്ധി കുറച്ചുകൂടി അതിന് വാസ്റ്റ് ഡയമെൻഷൻ ഉണ്ട്. ആ വാസ്റ്റ് ഡയമെൻഷനൊക്കെ നമുക്ക് ഈ ചുരുങ്ങിയ സമയത്ത് പറയാൻ കഴിയുകയില്ല. ഇത് എത്ര വർഷം മുമ്പ്, 100 വർഷം മുമ്പ് ഗുരു വിഭാവനം ചെയ്തിട്ടുള്ള ഈ പഞ്ചശുദ്ധി ഏത് കാലത്തും പ്രസക്തിയുള്ളതാണ്. ഇന്ന് നമ്മൾ ശുദ്ധിയുടെ മേഖലയിൽ, ശാരീരിക മേഖലയിൽ, ഭൗതിക മേഖലയിലൊക്കെ കുറെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ മനഃശുദ്ധിയുടെ കാര്യത്തിൽ, വാക്ശുദ്ധിയുടെ കാര്യത്തിലൊക്കെ ഇനിയും നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്, മെച്ചപ്പെടാനുണ്ട്. അവിടെ നിത്യവും പാരായണം, സ്വാധ്യായം പോലുള്ള നിഷ്ഠകൾ, കീർത്തനങ്ങളെല്ലാം ദിവസവും നമ്മൾ അനുഷ്ഠിക്കേണ്ടതുണ്ട്. അതിലൂടെ നമ്മുടെ പദകോശം മെച്ചപ്പെടാനുണ്ട്, ആന്തരിക സംസ്കാരം മെച്ചപ്പെടാനുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ പഞ്ചശുദ്ധിയെ ഒരു
ദിവസം അനുസന്ധാനം ചെയ്യേണ്ട ഒരു പദ്ധതിയായിട്ട് ഏറ്റെടുത്ത് നിർവഹിക്കേണ്ടതാണ്. ഇന്നത്തെ ഈ പഞ്ചശുദ്ധി പ്രകരണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഇനി അടുത്ത വെള്ളിയാഴ്ച